ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. വിവിധ രാജ്യങ്ങളിലെ MBBS സാധ്യതകളെക്കുറിച്ചുള്ള ഒരു വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സെഷൻ ഡീൽ ചെയ്യുന്നതിനായി ഗ്രീൻ വേൾഡ് ഇന്റർനാഷണൽ, ഗിറ്റ്സ്, IGCF, മീഡിയ ഗ്രീൻ വേൾഡ് തുടങ്ങിയവയുടെ സ്ഥാപകനും ഇന്റർനാഷണൽ കരിയർ കൗൺസിലറും ബിസിനസ് ആൻഡ് കരിയർ കോച്ചുമായ ഡോക്ടർ വിനോദ് കുമാർ ടിയെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ, ഇറ്റ്സ് ഓൺ ടു യു നൗ. Very good afternoon to all. Myself, Dr. Vinod Kumar. Okay, very good afternoon. Introduction is finished. Ashwati, Yes. introduction is finished. Yes, sir. Yes, thank you. Thank you very much. Very good afternoon to all. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് കുമാർ. ഞാൻ ഈ ഒരു മീറ്റിംഗിൽ ഇന്ന് വന്നതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, MBBS എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരിക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക, അത് എല്ലാവരുടെയും മാതാപിതാക്കളുടെ ഒരു സ്വപ്നമാണ്. അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെയും സ്വപ്നമാണ്, ഞാനൊരു ഡോക്ടറായിട്ട് ഞാൻ ഒരു സമൂഹത്തിന് ഒരു നന്മ നൽകുക, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്ത ഒരു കരിയർ കൊണ്ട് ഒരു മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും കൂടി ഉണ്ടാകുന്ന ഒരു കരിയർ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ MBBS എന്ന് പറയുന്ന ഈ ഒരു കരിയറിന് നമുക്കറിയാം, ഇന്നത്തെ ഒരു MBBS അല്ലെങ്കിൽ MBBS എത്തുക എന്ന് പറഞ്ഞ എൻ്റെ ഒരു കുടുംബത്തിൽ എനിക്കൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന മാത്രമല്ല, ആ ഒരു കാര്യം കൊണ്ട് ഒരു സമൂഹത്തിന് ഒരു നന്മയും കൂടെ ഉണ്ടാകുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ് MBBSന് എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയേക്കാൾ, അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയേക്കാൾ ഇന്ന് കൂടുതലും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം അതാണ്. അതുകൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ, അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ സൃഷ്ടിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ ഇന്ത്യൻസിനുണ്ട്. ഇന്ന് ലോകത്തിൽ എവിടെ ചെന്നാലും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാണ് പങ്കെടുക്കുന്നത്, ആരാണ് ജോലി ചെയ്യുന്നത് ചോദിച്ചാൽ അതെല്ലാം ഇന്ത്യൻസ് ആണ്. അത് ഡോക്ടർമാരാണെങ്കിലും ശരി, നേഴ്സുമാരാണെങ്കിലും ശരി. ഓക്കെ, അതുവരെ MBBS എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് ലോകത്തിൽ വളരെ വാല്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെവി ഡിമാൻഡ് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ MBBS അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ, ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ പഠിച്ചിറങ്ങും, അത് നേഴ്സുമാരായിക്കോട്ടെ, അല്ലെ പാരാമെഡിക്കൽസ് ആയിക്കോട്ടെ, അല്ലെ MBBS ആയിക്കോട്ടെ, ലോകത്തിന്റെ ഏത് കോർണറിലും അവർക്ക് ഹെവി വാല്യൂ ആണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു മൈൻഡാണ്. എസ്പെഷ്യലി നമ്മളെ മലയാളികൾ ലോകത്തിന്റെ ഏത് കോർണറിൽ ചെന്നാലും ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഒരു മലയാളിയെ കാണാൻ സാധിക്കും. അവര് നല്ല ഡോക്ടർമാരാണെങ്കിൽ, നല്ല ഡോക്ടർ എന്നുള്ള അമേരിക്കൻ ഡോക്ടർമാർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നമ്മുടെ മലയാളികൾ ഇഷ്ടം പോലെ അമേരിക്കൻ ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ UK എന്നോ ഏത് ഇന്റർനാഷണൽ കൺട്രിയിൽ നോക്കിയാലും ഡോക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ ഒരു നല്ല ഡോക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട്. സെയിം ആണ് നേഴ്സിംഗ് ഇൻഡസ്ട്രിയും പാരാമെഡിക്കൽ ഇൻഡസ്ട്രിയും. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പവർ പോയിന്റിനകത്ത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനി ഒരു മീറ്റിംഗിൽ, ഒരു 1 hour മീറ്റിംഗിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് MBBSന്റെ സാധ്യതകൾ എന്താണ്, ഏതൊക്കെ ജോലികളാണ് നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ തന്നെ ഇല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ MBBS എവിടെ പഠിക്കണം, ഇന്ത്യയിൽ പഠിക്കണോ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കണോ, അങ്ങനെയാണെങ്കിൽ വിദേശത്ത് പഠിച്ചാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്, അവിടെ അങ്ങനെയാണെങ്കിൽ അതിന്റെ അംഗീകാരങ്ങളുണ്ടോ, അങ്ങനെയുള്ള കുറേയധികം FAQs നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അതിന് ഉത്തരവും കൂടെ ഞാൻ തന്നെ നൽകുന്നുണ്ട്. അപ്പൊ ഈ സെക്ഷൻ ഇങ്ങനെയായിരിക്കും. നമ്മൾ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും പോകുന്നത്. ഇന്ത്യൻ MBBSനെ കുറിച്ച് കവർ ചെയ്യും, അത് കഴിഞ്ഞ് അബ്രോഡ് MBBS കവർ ചെയ്യും, അത് കഴിഞ്ഞ് ആ രാജ്യത്തിന്റെ ഫീസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിലേക്ക് ഗസ്റ്റുകളായിട്ട് ജോർജിയയിൽ നിന്ന് നമ്മൾ തന്നെ വിട്ടിട്ടുള്ള എല്ലാവരുടെ ക്ലിയർ. Sir, your voice is breaking. Please wait. Hello, my voice is right now clear? Yes, sir. Yeah, much better than what it was. Much better than. Okay, thank you. Actually, ക്ലൈമറ്റ് കുറച്ച് മോശമാണ്, അതിൻ്റെതായ കുറച്ച് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യാണ്, അപ്പം കുറച്ചുകൂടെ നെറ്റ്വർക്കിംഗ് കുറച്ചും കൂടെ സ്ട്രോങ് ആവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പേജ് പ്ലീസ്. മൈ വോയിസ് ഈസ് ക്ലിയർ? സോറി ഫോർ ഇൻകൺവീനിയൻസ്, സംതിങ് നെറ്റ്വർക്ക് ഇഷ്യൂ ഇസ് ഗോയിങ് ഓൺ. യെസ്, പവർ പോയിന്റ് വരട്ടെ. നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ ഈ പവർ പോയിന്റ് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് എൻ്റെ നമ്പറിലേക്ക് ഹായ് തരുവാണെങ്കിൽ ഐ വിൽ ഷെയർ ഓൾ ദ പവർ പോയിന്റ് സെക്ഷൻസ്. ആദ്യം തന്നെ the scope of MBBS in next 5 to 10 years or next 25 years. ഒരു MBBSന്റെ സ്കോപ്പ് എന്താണെന്നാണ് ഞാൻ സംസാരിച്ചത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാം, ഇന്ന് ടെക്നോളജിയുടെ ഒരു അതിപ്രസരം കൊണ്ട് പല ജോബുകളും പല കാര്യങ്ങളും ഇന്ന് ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുമ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ജോബുകൾക്ക് എന്നും ഹൈലി ഡിമാൻഡാണ്.
അപ്പം അതുകൊണ്ട് തന്നെ MBBS എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരിക്കൽ പോലും എന്ത് വരുന്നില്ല, നമുക്കൊരു ജോലിയില്ല അല്ലെങ്കിൽ കരിയർ ഇല്ല എന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് ഹെവി ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഈ സെക്ടറിൽ ഉണ്ടാവുക. ഇപ്പൊ എന്റെ വോയിസ് ക്ലിയർ ആണോ? അറ്റ്ലീസ്റ്റ് ഹലോ, ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടിയെ ഒരു ഡോക്ടർ ആക്കിയാൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമ്മൾ തിരഞ്ഞെടുത്താൽ അവരുടെ ഭാവി സുരക്ഷിതമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഹൈലി ഡിമാൻഡാണ്, രണ്ടാമത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള സാധ്യതകളാണ്, പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് വേണമെങ്കിൽ ഒരു MBBS പഠിക്കുന്ന ആൾക്ക് അവരുടെ പല രീതിയിലേക്ക് മാറാം. ഒന്നെങ്കിൽ അവർക്കൊരു എംപ്ലോയ്മെന്റ് ആയിട്ട് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അവര് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് മാറാം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ആസ്റ്റർ മെഡിസിറ്റിയുടെ ആസാദ് മൂപ്പനൊക്കെ അവര് ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നതാണ്. താല്പര്യമുള്ള ആളുകളൊക്കെ ഒത്തിരി പേര് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഹെൽത്ത് കെയർ മാനേജ്മെന്റിലുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടെലിമെഡിസിൻ ആൻഡ് ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു വിഭാഗം തന്നെ. നമ്മൾ ഓർക്കുന്നത് MBBS പഠിച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറച്ച് ഡോക്ടർമാരെ മാത്രമാണ്. അങ്ങനെയല്ല, പലയധികം വിഭാഗങ്ങൾ ഇതിന്റെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് പല സെഗ്മെന്റിലേക്കും പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഗ്ലോബൽ ഹെൽത്ത്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്ലോബൽ ഹെൽത്തിന്റെ ഡിമാൻഡ്. പല പല പുതിയ വൈറസുകളൊക്കെ ഇന്ന് വരുന്നതുകൊണ്ട് തന്നെ അതിന്റെ അഡ്വാൻസ് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പല ഇതിലേക്ക് നിങ്ങൾക്ക് മാറാനുള്ള ഓപ്ഷൻസ്. പിന്നെ ലീഡർഷിപ്പ് പോളിസിയിലേക്ക് വരാനുള്ളത്. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് സ്പെഷ്യലൈസേഷൻ എടുത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെൽത്ത് കെയർ IT എന്ന് പറഞ്ഞൊരു പുതിയ സെഗ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ടെക്നോളജിയും സോഫ്റ്റ്വെയറും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് മാറാനുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു ഡോക്ടറായി നമ്മുടെ നാട്ടില് ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് മാത്രമായിരിക്കും. പക്ഷെ സോറി, അത് മാത്രമല്ല, അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും കൂടെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അഡ്മിൻ നെക്സ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? പിന്നെ ക്ലിനിക്കൽ നെക്സ്റ്റ്, അതായത് ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്റർ ആയിട്ട് അവർക്ക് പോകാനുള്ള ഓപ്ഷൻസ്. അപ്പൊ അതൊക്കെയാണ് നെക്സ്റ്റ് ഒരു 5 to 10 ഇയേഴ്സിൽ അല്ലെങ്കിൽ ഒരു 25 ഇയേഴ്സിൽ ഒരു MBBS ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതകളാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് പോകാൻ സാധിക്കും, ഹെൽത്ത് എഡ്യൂക്കേറ്റർ ആയിട്ട് പോകാൻ സാധിക്കും, ഹെൽത്ത് കെയർ കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പിന്നെ മെഡിക്കൽ ഡിവൈസ് ഡെവലപ്മെന്റിലേക്ക് നിങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഇതിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. മെഡിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട്, അതിലേക്ക് പോകാൻ സാധിക്കും. ഹെൽത്ത് കെയർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ ഒരു സാധാരണ ഡോക്ടറായിട്ട് എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല, നിങ്ങളൊരു MBBS എന്ന് പറയുന്ന ഒരു ഡിഗ്രി ആണ്. ഈ ഡിഗ്രി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പേജ്. അപ്പം 20ഓളം ഒരു MBBS പഠിക്കുന്ന ഒരാൾക്ക് ഞാൻ ഈ കാണിക്കുന്ന ഒരു 20ഓളം ഏരിയകളിലേക്ക് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാൻ, ഞാൻ പറയുന്നത്, ഞാനൊരു ജോബ് എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ഒരു പ്രൊഫഷൻ സെറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അടുത്ത പേജ്. ഇനിയിപ്പം ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ചില ജോബുകൾ ഇപ്പം പല പേരൻസും നമ്മുടെ ഇതിനകത്ത് വന്നിട്ടുള്ള പല പേരൻസും കുട്ടികളുടെ ഇപ്പോഴും കൺഫ്യൂഷൻ ആണോ, ഡോക്ടർ ആവണോ, അത് വേറെ എന്തിലേക്കും ഒക്കെ ഞാനിപ്പം കരിയർ സെലക്ട് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണോ, അത് ഏത് കൺട്രി സെലക്ട് ചെയ്യണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, ഇപ്പോഴും പലരും കൺഫ്യൂഷനാണ്. അപ്പം ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് വളരെ റിസർച്ചിനാണ്. നെക്സ്റ്റ് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ചില ജോബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ പലരും പറയാറുണ്ട്, എനിക്ക് ജോലി കിട്ടിയില്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു തൊഴിലന്വേഷകനാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ജോലികളും ഈ ഭൂമിയിൽ നിന്നാണ്. ആളുകൾക്ക് ആവശ്യമുള്ളത് ജോലി പഠിച്ച ആളുകളെയല്ല, അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവരെയല്ല. ആളുകൾക്ക് ആവശ്യമുള്ളത് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴിൽ ദാതാവിന് ആവശ്യമുള്ളത് ജോലി ചെയ്യാനുള്ള അറിയാവുന്ന ആളുകളെയാണ്. അപ്പൊ ചില ജോലികളൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ പോവാണ്. അതിനുള്ള ടെക്നോളജിയുടെ അതിപ്രസരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ടെക്നോളജി ഡെവലപ്മെന്റ് ആവുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഡേറ്റ എൻട്രി ക്ലസ്റ്റർ, ബാങ്ക് ടെല്ലേഴ്സ്, മാനുഫാക്ചറിംഗ് ലൈൻ വർക്ക്, ടാക്സി ഡ്രൈവേഴ്സ്, അതുപോലെയുള്ള കുറേയധികം ട്രാവൽ ഏജൻസ്, അതുപോലെ അതായത് ബിലോ നെക്ക് ജോബുകൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്നറിയില്ല, വാട്ട് ഈസ് ബിലോ നെക്ക് ജോബ് ആൻഡ് വാട്ട് ഈസ് എബോവ് നെക്ക് ജോബ്. ബിലോ നെക്ക് ജോബുകളൊക്കെ പരമാവധി ടെക്നോളജികൾ, മാൻ പവറുകൾ
റെഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള ടെക്നോളജി വരുന്നതുകൊണ്ട് തന്നെ പല ജോബുകളും ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അപ്പം നമ്മൾ പഠിച്ച് വന്ന് തിരിച്ചു വരുമ്പോഴത്തേന് പല ജോലികളും ഉണ്ടാവില്ല. പക്ഷെ MBBS എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആ ഒരു സെഗ്മെന്റിൽ വരുന്നതല്ല എന്ന് ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവാണ്. നെക്സ്റ്റ് പേജ്. ഇനിയിപ്പോൾ സ്കോപ്പുള്ള, ഞാൻ പറഞ്ഞു സ്കോപ്പുള്ള ജോബുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബി ദ ഫ്യൂച്ചർ വേൾഡ് ടു ബി എന്നൊരു കോൺസെപ്റ്റ്. 2030 എന്ത് സംഭവിക്കാം, അല്ലെ 2035 എന്ത് സംഭവിക്കാം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മുടെ പേരൻസും നമ്മുടെ കുട്ടികളെയും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു ഏതൊക്കെ ഇൻഡസ്ട്രികളാണ് ഇനി ജോബ്സിന് സാധ്യതയുള്ള അല്ലെങ്കിൽ കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു MBBS എപ്പോഴും ഒരു സ്കോപ്പാണ്. ഡേറ്റാ സയന്റിസ്റ്റുകൾ, അനലിസ്റ്റുകൾ, AI ആൻഡ് മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാനേജേഴ്സ്, അതുപോലെ തന്നെ എൻവയോൺമെന്റുമായിട്ടുള്ള റിലേറ്റഡ് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഒക്കെ ഇന്ന് ഒത്തിരി വരുന്നുണ്ട്, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ, പിന്നെ ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് പാൻഡമിക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ വിർച്വൽ റിയാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇ കൊമേഴ്സ് ആൻഡ് ഡിജിറ്റൽ റീറ്റെയിൽ സ്പെഷ്യലിസ്റ്റുകൾ, അതുപോലെ തന്നെ റിന്യൂവൽ ആൻഡ് എനർജി ടെക്നിക്സുകൾ, മെന്റൽ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് ഇനി വരാം, വെൽനസ് കോച്ചുകൾ, വെൽനസ് ഇൻഡസ്ട്രിയിലുള്ള ജോബുകൾ, വിർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, അത് ഓൺലൈൻ സേഫ്റ്റി, മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് ഓൾറെഡി പറഞ്ഞതാണ്, ഗ്ലോബൽ പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങിയ ഇങ്ങനെയുള്ള പല അഡ്വാൻസ്ഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളതും അഡ്വാൻസ് ആയിട്ടുള്ള ലോകത്തിന് ഇനിയും വരാൻ പോകുന്ന ആധുനിക കാലഘട്ടത്തിന് ആവശ്യമുള്ള കുറച്ച് ജോബുകളാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ MBBS ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് MBBS ആണെങ്കിലും ജസ്റ്റ് ഇപ്പോഴും പല പേരൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്, പല കുട്ടികളും വന്നിട്ടുണ്ട്, ഞാൻ ഡോക്ടർ ആവണോ അതോ ഇനി വേറെ എന്തെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കണോ, അങ്ങനെ കൺഫ്യൂഷൻ ഉള്ള പല ആളുകളും ഇപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഈ ഒരു 1-2 സ്ലൈഡ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഡോക്ടർ ആവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഹൈലി ഡിമാൻഡ് ജോബിൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ അറിയിക്കുന്നു. മൈ വോയിസ് ഈസ് ക്ലിയർ റൈറ്റ് നൗ? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പം നമ്മൾ അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം അടുത്ത പേജ് ഒന്ന് തരൂ എനിക്ക്. അഡ്മിൻ പ്ലീസ് ഷെയർ നെക്സ്റ്റ് പേജ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന കുട്ടികളാവട്ടെ, പേരൻസ് ആവട്ടെ, അവരുടെ ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്, ഇന്ത്യയിൽ പഠിക്കണോ വിദേശത്ത് പഠിക്കണോ. അപ്പം ഇന്ത്യൻ MBBS vs എബ്രോഡ് MBBS എന്നുള്ളതാണ് ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത പേജിലേക്ക് പോരട്ടെ. ഇന്ത്യൻ MBBSനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇന്ത്യൻ MBBSന്റെ ഡ്യൂറേഷൻ വരുന്നത് ടിപ്പിക്കലി ഇറ്റ്സ് 5.5 ഇയർ, 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് വേണം. അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ, നീറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വെച്ചിട്ട് അതിനെ മുഴുവൻ ഉടായ്പ് കാണിച്ചിട്ട് പാവം കുട്ടികളെ, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പാവം കുട്ടികൾ നല്ല മാർക്ക് മേടിക്കുന്ന, അതായത് കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിച്ച്, സയൻസ് ഒക്കെ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്ന മിടുക്കരായിട്ടുള്ള പിള്ളേരാണ് ഒരു MBBSന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അവർ ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇവിടെ ആവശ്യത്തിനുള്ള സീറ്റില്ല. ആ സീറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവരെ റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ബിസിനസ്, നമ്മുടെ ബിവറേജിൽ കൊണ്ട് കുട്ടികളെ ക്യൂ നിർത്തുന്ന പോലെ പഠിച്ച കാര്യം തന്നെ വീണ്ടും പഠിപ്പിച്ച് അത് പഠിച്ചു വരുമ്പോഴത്തേനും അർഹതയുള്ളവർക്ക് കിട്ടത്തുമില്ല. അപ്പൊ ഇവന്റെ വർഷങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങ് പോവുകയാണ്. കാരണം നമുക്ക് ഏറ്റവും വാല്യൂ ഉള്ളതും ഏറ്റവും ടൈമിനാണല്ലോ. ഒരു വർഷം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പുതുതായിട്ടൊന്നും അല്ല പഠിക്കുന്നേ. ഈ പഠിച്ച കാര്യം തന്നെ വീണ്ടും, ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിലൊക്കെ ഞങ്ങള് എന്താ പറയാ ചെയ്യുന്ന പോലെ ഈ ഒരു എമർജൻസി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സ്ട്രിക്ട്നെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു യുദ്ധം ജയിക്കുന്ന പോലെയൊക്കെ ഇത് നീറ്റൊക്കെ പരീക്ഷ കഴിഞ്ഞ് പാസ്സായിട്ട് വരുമ്പോഴോ അത് ഇതിലും വലിയ പ്രശ്നമാണ്. ഒരേ മാർക്ക് കിട്ടുന്ന കുറെ ആളുകൾ, അതുപോലെ തന്നെ അത്രയും ആവശ്യത്തിനുള്ള സീറ്റുകൾ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അനിയും മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ അത് ഹൈലി ഡിമാൻഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ട് പഠിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പൊ ഇവിടുത്തെ ഹൈ കോസ്റ്റ് ആണ്. ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾ, ആവശ്യത്തിനുള്ള കോളേജുകൾ ഇല്ല. ഗവൺമെന്റ് കോളേജ് ഉണ്ടെങ്കിൽ തന്നെ ഹൈലി ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടുന്നുള്ളൂ. കിട്ടിയാൽ തന്നെ എന്താണ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ആ ഒരു സിസ്റ്റവും കാര്യങ്ങളും എപ്പോഴും പഠിച്ചാൽ തീർച്ചയായിട്ടും വാല്യൂ ഉള്ളത് തന്നെയാണ്. ലോകത്തിൽ നിന്ന് ഇന്ത്യയിൽ മെറിറ്റിൽ കിട്ടി പഠിച്ചു പോകുന്ന ആളുകൾക്ക് എന്നും വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പറയാം. ലോകത്തിലെ ഏറ്റവും നല്ല MBBS അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള MBBS ഒന്നാണ് ഇന്ത്യൻ MBBS. പക്ഷേ പ്രശ്നം അതല്ല. ഈ കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ സ്ലൈഡിൽ കാണാം, ഏകദേശം 24 ലക്ഷം കുട്ടികളാണ് നീറ്റിന് വേണ്ടി പരീക്ഷ എഴുതിയത്. അതിനകത്ത് 23 ലക്ഷം കുട്ടികൾ അപ്പിയർ ചെയ്തു. അതിനകത്ത് പാസ്സായത് നോക്കിയേ, വെറും 13 ലക്ഷം കുട്ടികൾ അതിനകത്ത് പാസ്സായി.
67 സ്റ്റുഡന്റ് ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക്. ഒരേ മാർക്കുള്ള 67 പേര്. MBBS സീറ്റ് എത്രയിലുണ്ട്? 1,00,000 സീറ്റേ ഉള്ളൂ. ഗവൺമെന്റ് കോളേജിൽ 55,000, ബാക്കിയുള്ള വെറും 50,000. ഈ 50,000 കിട്ടാൻ ലക്ഷങ്ങളും കോടികളും കൊടുക്കണം. അപ്പൊ ഈ ബാക്കിയുള്ള ഇപ്പൊ 1,00,000 പേര് ക്വാളിഫൈഡ് ആവുന്നു. 1,00,000 ബാക്കി 22 ലക്ഷം പേര് എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ അവരുടെ സ്വപ്നം റിപ്പീറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ പോലെ കുറെ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധാരണ ഒരു വർഷം നമ്മളവർക്കും അത് പൈസയൊക്കെ മുടക്കി 2-3 ലക്ഷം രൂപ മുടക്കി കുട്ടികളെ ഈ പട്ടാളത്തിലൊക്കെ ട്രെയിൻ ചെയ്യുമ്പോൾ ഭയങ്കരമായി ട്രെയിൻ ചെയ്തിട്ട് വരുന്നു. അങ്ങനെ 2-3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടിയില്ല. അന്നത്തെ സാഹചര്യം ഒന്നും അറിയില്ല. ഇവർ കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പുറത്തോടെ പഠിച്ചുകൊണ്ടിരിക്കും, അപ്പുറത്തോടെ ആമ്പിള്ളേര് പിൻവാതിൽ കൂടെ അവർ പലതും നേടിക്കൊണ്ട് പോകുന്നു. പക്ഷേ ഇതാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യം. അപ്പൊ ഇതിനെന്താണ് സൊല്യൂഷൻ? നമ്മുടെ കുട്ടികളും നമ്മുടെ പേരൻസും എന്തിനാണ് വിജിലന്റ് ആവേണ്ടത്? അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോ അടുത്ത് പറയാൻ പോകുന്നത്. അടുത്ത പേജിലേക്ക് വരാമോ? ഇതിനകത്ത് കട്ട് ഓഫ് മാർക്കൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓരോ ഇതിനകത്ത് ബ്ലാങ്ക് ആയിട്ട് കാണുന്നത് നീറ്റ് എക്സാമിന്റെ കാണുന്നത്. പക്ഷെ അതിനകത്ത് നിങ്ങളെല്ലാം കണ്ടതാണ്, നീറ്റിന്റെ സ്കോർ കാർഡും ഒക്കെയാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഞാൻ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിത് വീണ്ടും ഒരു സ്ലൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത പേജ്. ഇനിയിപ്പോ ആണ് തിങ്സ് ടു നോട്ടീസ് വൈൽ സെലക്ടിങ് MBBS ഇൻ അബ്രോഡ്. അപ്പൊ ഇനിയുള്ള ഒരു ഓപ്ഷൻ ഇത്രേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വപ്നങ്ങളൊന്നും നമ്മൾക്ക് അറിയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാണെങ്കിലും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയിരിക്കണം. അപ്പൊ ഈ സ്വപ്നങ്ങൾ നേടാൻ ആണ് ഞാൻ ഇന്നത്തെ ഒരു മീറ്റിംഗ് കൊണ്ട് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ ചെയ്തോ അതോ വിദേശത്ത് ചെയ്തോ എവിടെ ചെയ്യാന്നുള്ളതല്ല പ്രധാനം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുറെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എബ്രോഡ് സ്വപ്നം ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വേണ്ടത്? അപ്പം ഇന്ത്യയിലെ ഒരു നമ്മുടെ അതായത് NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് MBBS പാസ്സായവർക്ക് മാത്രമാണ് ഇന്ത്യയിൽ അവർക്ക് തിരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതാണ് ഇതിനകത്തുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. MBBS NMC അപ്രൂവൽ ആണെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു MBBS ഡിഗ്രി അപ്രൂവൽ ആവണമെങ്കിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMCയുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതായത് അവർ പറയുന്ന പണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ ഇപ്പം പറയുന്ന NMC ആണ്. NMC പറയുന്നത് MBBS മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 54 മന്ത് ഉണ്ടായിരിക്കണം. മെഡിക്കൽ NMC മസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ആയിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. നെക്സ്റ്റ് പേജ്. അടുത്ത ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കൻസിന് മിനിമം 50% മാർക്ക് +2 10+2 കൊണ്ടായിരിക്കണം. 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതായത് December 31 ഇയർ ഓഫ് ആപ്ലിക്കേഷൻ 17 വയസ്സ് മിനിമം അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിച്ചവരായിരിക്കണം എന്നുള്ളതാണ് NMC നിഷ്കർഷിക്കുന്നത്. അടുത്ത പേജ്. നെക്സ്റ്റ് നീറ്റ് കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നീറ്റ് എന്ന് പറയുന്ന ചെയ്താൽ മാത്രമാണ് അവർക്കിത്. അതുപോലെ തന്നെ ഇവർ പഠിച്ചു വന്ന് പാസ്സായി കഴിഞ്ഞ് ഇവിടെ NEST നെക്സ്റ്റ് എന്ന് പറയുന്ന നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമാണ്. അതിപ്പോ ഇന്ത്യയിൽ പഠിക്കുന്നവരാണെങ്കിലും ശരി വിദേശത്ത് പഠിക്കുന്നവരാണെങ്കിലും ഈ ടെസ്റ്റുകൾക്കൊന്നും ഒരു കുറവും വ്യത്യാസവുമില്ല. അതെല്ലാം പാസ്സായാൽ മാത്രമാണ് ഡോക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ കീപ്പ് ചെയ്യാത്ത ഒരാൾക്ക്, അതായത് ഞാൻ പറഞ്ഞല്ലോ നീറ്റ് ക്വാളിഫൈ ആവാത്ത ഒരാൾക്ക് ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് നെക്സ്റ്റ് ടെസ്റ്റ് പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടെ ഞാൻ ഇതിനകത്ത് പറയുകയാണ്. നെക്സ്റ്റ് പേജ്. ഇനിയിപ്പം കുറച്ച് സൂപ്പർ ആയിട്ടുള്ള കുറച്ച് കൺട്രീസിനെ കുറിച്ചാണ് നമുക്ക് അഫോർഡബിൾ. അപ്പൊ നമ്മൾ വിദേശത്ത് ഒരു MBBS തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു NMCയുടെ അംഗീകാരം WHO-യുടെയും അതുപോലെ തന്നെ NMCയുടെയും അതുപോലെ തന്നെ MCAയുടെയും ഒക്കെ അപ്രൂവഡ് ആയിട്ടുള്ള കൺട്രീസും കോളേജുകളും ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം നമ്മൾ ചില രാജ്യങ്ങളിൽ നമ്മുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയെക്കാളും കോസ്റ്റ് കൂടുതലാണ്. ഇതെല്ലാം അപ്രൂവഡ് ആണ്, പക്ഷേ നമ്മുടെ പേരൻസിന്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം? MBBS എന്ന് പറഞ്ഞാൽ വെറും ഒരു ഡിഗ്രി മാത്രമാണ്. ശരിക്കും അതിനുശേഷമുള്ള സ്പെഷ്യലൈസേഷൻ ആണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഇപ്പം നമ്മുടെ നാട്ടിൽ അതന്നെ അറിയാം. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ ഒരു MBBSകാരൻ്റെ അടുത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് പോവുമോ അതോ അതിൽ MD ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോവോ? അപ്പം MBBS നമ്മൾ ഏറ്റവും നമുക്ക് കോസ്റ്റ് ഏറ്റവും കുറഞ്ഞു വരുന്നതും എന്നാൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് റെക്കഗ്നേഷൻ ഉള്ളതും നാട്ടിൽ വന്നാൽ ഈ ടെസ്റ്റ് പാസ്സാവാൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിലബസ് ആയിട്ട് യോജിക്കുന്നു നിൽക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ഏതൊക്കെ കൺട്രീസ് ആണെന്നുള്ളതാണ് ഞാൻ ഇനിയിപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നെക്സ്റ്റ് പേജ്.
കുറച്ച് കൺട്രീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന്, ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന ഒരു വൺ ഓഫ് ദി കൺട്രിയാണ് ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, അർമേനിയ, സെർബിയ, ബോസ്നിയ, റൊമാനിയ, മാൾഡോവ, ബെലാറസ്, കസാക്കിസ്ഥാൻ, ഫിലിപ്പീൻസ്, ഇങ്ങനെ കുറേയധികം രാജ്യങ്ങളാണ് ഇന്ന്. ബംഗ്ലാദേശ്. എന്തുകൊണ്ടായിരിക്കും ഈ രാജ്യങ്ങളൊക്കെ ഈ നമ്മുടെ ആളുകൾ സെലക്ട് ചെയ്യുന്നത്? അതായത് നമ്മളെക്കാളും ലിവിങ് കോസ്റ്റും അല്ലെങ്കിൽ എക്സ്പെൻസും കുറവായിരിക്കും, എന്നാൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളും ഇതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ കൺട്രിയാണ് സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്, പക്ഷെ ഒരിക്കൽ പോലും എന്താണ് യൂണിവേഴ്സിറ്റി കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ആ യൂണിവേഴ്സിറ്റി ഞാൻ പറയാം, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. നെക്സ്റ്റ് ഒരു രാജ്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ഇവിടുത്തെ ഏകദേശം ഫീസ് സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾ ബോസ്നിയ ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 38 to 40 ലക്ഷമാണ് ടോട്ടൽ നിങ്ങൾക്ക് എക്സ്പെൻസ് വരിക. സെർബിയ ആണെങ്കിൽ ഒരു 48 ലക്ഷം രൂപ to 50 ലക്ഷമാണ് ഈ ടോട്ടൽ 6 വർഷത്തെ ഏകദേശം എക്സ്പെൻസ് നിങ്ങൾക്ക് വരിക. നെക്സ്റ്റ് പേജ്, മാൾഡോവ ആണെങ്കിൽ ഏകദേശം ഒരു 38 to 40 ലക്ഷമാണ്. ഏകദേശമാണ്, ഓരോ കോളേജിനും ഓരോന്നിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ബെലാറസ് ആണെങ്കിൽ 28 തൊട്ട് ഒരു എന്താ പറയാ ഒരു 29 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വരിക. ജോർജിയ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചും കൂടെ പല ഇതുണ്ട്. ജോർജിയ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. ഒരു 41 തൊട്ട് 43 ലക്ഷം വരെയാണ് ആവറേജ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നത്. നെക്സ്റ്റ് പേജ്, ജോർജിയയിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട്. പല യൂണിവേഴ്സിറ്റികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസുകളാണ്. ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഫുഡ്, അക്കോമഡേഷന്, അതുപോലെ തന്നെ അതർ എക്സ്പെൻസ് എല്ലാം ചെയ്തിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഒരു ടോട്ടൽ പേരന്റിന്റെ ആംഗിളിൽ നിങ്ങൾ ഏകദേശം ഒരു 6 വർഷത്തെ എക്സ്പെൻസ് എത്ര മനസ്സിൽ കരുതണം എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള പേജ് ഇപ്പം എക്സാമ്പിൾ മറ്റുള്ള ഇതിനൊക്കെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ കുട്ടികളോട് പാർട്ട് ടൈം ചെയ്ത് അവരുടെ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ നമുക്ക് പറയാം. പക്ഷെ MBBS അങ്ങനെ ഒരു സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അവർ എക്സ്ട്രാ ടൈമും അതുപോലെ തന്നെ സ്പെഷ്യൽ ട്യൂഷനും ഒക്കെ എടുത്തിട്ടാണ് ഇവർ തന്നെ പാസ്സാവുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് പാർട്ട് ടൈമോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളോ സമയമോ ഉണ്ടായിരിക്കില്ല. കാരണം അത്രയധികം പഠിക്കാൻ ഇവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പേരൻസിന്റെ ആംഗിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു ടോട്ടൽ എക്സ്പെൻസ് നിങ്ങൾ മനസ്സിൽ കാണണം. അതാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ ഇത് നിങ്ങളുടെ ഏകദേശം ഞാൻ ഈ പറയുന്നതിന്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആവും നിങ്ങൾക്ക് മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ. അതാണ് ഇതിനകത്തൊരു വ്യത്യാസം. അടുത്ത പേജ്, ഞാനിപ്പോ ജോർജിയയെ കുറിച്ച് സംസാരിച്ചു. നെക്സ്റ്റ് റഷ്യ, വൺ ഓഫ് ദി ഇതാണ് റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ. ഇവിടെ ഈ രാജ്യങ്ങളെല്ലാം ഞാൻ തന്നെ നേരിട്ട് പോയി കണ്ട് ഇവരുടെ അക്കോമഡേഷൻ നിങ്ങൾക്ക് പേരൻസിന് ഓരോരുത്തർക്കും നിങ്ങൾക്ക് അവിടെ പോയി നേരിട്ട് കണ്ട് ഇതെല്ലാം ബോധ്യപ്പെടാം. അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം ഇന്ത്യൻ ഹോസ്റ്റലുകളും ഇന്ത്യൻ സപ്പോർട്ടേഴ്സും അവിടെ എന്താ പറയാ ഒരു ലോക്കൽ ഗാർഡിയനും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് അയക്കുമ്പോൾ അതിനെല്ലാം നമുക്കൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ വേൾഡ് റാങ്കിങ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ അവിടെ അവരുടെ സിലബസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അല്ല അംഗീകാരങ്ങൾ മാത്രമല്ല, ഇവരുടെ കംഫർട്ട്, ഇവരുടെ സേഫ്റ്റി, ഇവരുടെ നിൽക്കുന്ന ഹോസ്റ്റലിന്റെ ഇത്, ആ രാജ്യത്തിന്റെ ക്ലൈമറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് ഒരു പഠിക്കാനുള്ള ഒരു സാഹചര്യം നിർബന്ധമായിട്ടും ഉണ്ടോ എന്നുള്ളതാണ് നമ്മളൊരു കോളേജും കൺട്രിയും അല്ലെങ്കിൽ കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ. പലരും നമ്മൾ കോളേജ് പൈസ കുറഞ്ഞ കോളേജുകൾ സെലക്ട് ചെയ്യും. പക്ഷേ നമ്മൾ പൈസയുടെ ആംഗിൾ ശരിയാണ്. പക്ഷേ എവിടെ പൈസ കുറയുന്നു എന്നുള്ളത് നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ അത് കോസ്റ്റ് ലിവിങ്, അതായത് ലിവിങ് കോസ്റ്റ് കുറഞ്ഞ ഒരു കൺട്രി അല്ലെങ്കിൽ മണി വാല്യൂ കുറഞ്ഞ ഒരു കൺട്രി ആയിരിക്കും, അല്ലെങ്കിൽ പ്രിവിലേജസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റി ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ഇപ്പം ആ ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ ആ കൺട്രിയുടെ ഒരു ആവറേജ് മണി വാല്യൂ ഉണ്ട്, അത് നമ്മൾക്ക് മെച്ചം. ഇപ്പൊ ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള എന്തുകൊണ്ടാണ് അവിടെ വളരെ കുറഞ്ഞ ഫീസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ 1 രൂപ എന്ന് പറയുന്ന അവരുടെ 130 രൂപയാണ് എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്ക് അഫോർഡബിൾ ആണ്. സായിപ്പ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മൾ ഡോളർ ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യൻ മണി കൂടുതൽ കിട്ടും എന്ന് പറയുന്ന പോലെ നമ്മുടെ മണി അവിടെ പോയി കൺവേർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കിട്ടും. അത് പക്ഷേ അവിടെ ലിവിങ് കോസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഹൈ ആണ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ആ ഒരു ആംഗിളിലുള്ളതാണ്. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് UK പഠിക്കാം, കാനഡ, നിങ്ങൾക്ക് സാമ്പത്തികം ഉള്ളവരാണെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രിയിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഇന്ത്യയെക്കാളും കൂടുതലായിട്ടുള്ള ലിവിങ് കോസ്റ്റും അതുപോലെ തന്നെ ഫീസും കൂടുതലായി, പിന്നെ ആ രാജ്യത്തിന്റെ എൻട്രി റിക്വയർമെന്റ്സും കുറച്ചും കൂടെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് കയറി നെറ്റിലൊക്കെ കയറി നിങ്ങളുടെ അതിന്റെ വേൾഡ് റാങ്കിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളും അതിന്റെ ക്യാമ്പസും ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം നമ്മൾ തന്നെ നേരിട്ട് കണ്ട് ഇവിടുത്തെ മിനിസ്ട്രി എന്നെ അവിടുത്തെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണത്. ഇതെല്ലാം വളരെ ഇപ്പം തന്നെ നമ്മുടെ ഒത്തിരിയധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ഇത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ നിന്ന് കുട്ടികൾ നേരിട്ട് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട്. അവര് നിങ്ങളോട് അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരും. നെക്സ്റ്റ് പേജ്,
കിർഗിസ്ഥാൻ അതുപോലെ നല്ലൊരു ഇപ്പം യനപ്പോവ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യനപ്പോവ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ പ്രൈവറ്റ് കോളേജാണ്, ഒത്തിരി വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കോളേജാണ്. അവര് ഇപ്പം കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു നല്ല കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ഇന്ത്യൻ സിലബസ്, ഇന്ത്യൻ ട്യൂട്ടേഴ്സിനെയൊക്കെ അങ്ങോട്ട് അയച്ചുകൊണ്ട് ഇന്ത്യൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് അവർ അങ്ങോട്ട് വിടുകയാണ്. വളരെ സേഫ്റ്റി സെക്യൂരിറ്റി, അത് തിരിച്ചു വന്ന് ഇവരുടെ തന്നെ ഇതിൽ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും അങ്ങനെ പല ഇവര് കിർഗിസ്ഥാൻ യനപ്പോ എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വാല്യൂബിൾ ആയിട്ടുള്ള വളരെയധികം ഡോക്ടേഴ്സിനെ സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. അവർ നടത്തുന്ന ഒരു ടൈപ്പാണ് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ യനപ്പോവയുടെ ഇത് വരുന്നത്. അതും വളരെയധികം കുട്ടികൾ നമ്മുടെ ഇന്ന് അഡ്മിഷൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർജിയയിൽ നമ്മുടെ കുട്ടികൾ ഒത്തിരി പേര് ഇപ്പം തന്നെ അവിടെ പോയി പഠിച്ചിട്ട് അവരിന്ന് ഡോക്ടർമാരായിട്ടുള്ളവരുണ്ട്. ആ ഡോക്ടർമാരാവുന്നതിന്റെ വഴിയിലാണ് അവരുള്ളത്. അതുപോലെ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചോയ്സ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാനുള്ള അവസരമാണ് ഈ ഒരു മീറ്റിംഗിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നെക്സ്റ്റ് പേജ്. സാധാരണ പേരൻസിനും നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു റൈറ്റപ്പിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് റൈറ്റപ്പിൽ എഴുതാൻ സാധിക്കും നിങ്ങൾക്ക് ഇന്ന ഡൗട്ട് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. ഇനിയിപ്പോ ഞാൻ അടുത്തത് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ തന്നെ ചോദ്യം ചോദിട്ട് അതിന്റെ ഉത്തരവും ഞാൻ തന്നെ പറയാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കവർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഇനി ഇതല്ലാതെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഇതിലൂടെ റൈറ്റപ്പിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അറിയത്തില്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടോ അല്ല ഇത് ഞാൻ റെഫർ ചെയ്തിട്ടോ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഒരു ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ബെസ്റ്റ് കൺട്രീസ് ഫോർ MBBS സ്റ്റഡീസ് അബ്രോഡ്? ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെ ചോദിച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം ബെസ്റ്റ് ഇതാണ്. റഷ്യ, ചൈന. പക്ഷെ ചൈനയിലേക്ക് ഇപ്പൊ നമ്മൾ ആളെ വിടുന്നില്ല ആയിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ വിടുന്നില്ല. ഉക്രൈൻ ആയിരുന്നു, ഇപ്പോൾ വിടുന്നില്ല. പോളണ്ട്, ഫിലിപ്പീൻസ്, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ജോർജിയ, ഉസ്ബെക്കിസ്ഥാൻ, അങ്ങനെ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളും വളരെ നല്ല ഇതാണ്. അവിടെ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഡോക്ടർമാരെയും അതുപോലെ തന്നെ ഇവരെ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൗ ടു ചൂസ് എ റൈറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അബ്രോഡ്? എങ്ങനെ നമ്മുടെ ഒരു വിദേശ യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് റാങ്കിങ് നോക്കണം, റെക്കഗ്നേഷൻ നോക്കണം, അക്രഡിറ്റേഷൻ നോക്കണം, അവിടുത്തെ കരിക്കുലം അവരവിടെ പഠിച്ചു വന്നിട്ട് ഇന്ത്യയിലെ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ പാസ് ആവുമോ, അല്ലെങ്കിൽ അവരുടെ സിലബസ് ആണോ, അവിടെ ലോക്കൽ ലാംഗ്വേജിലാണ് ആണോ അവർ പഠിപ്പിക്കുന്നത്, അതോ റിവ്യൂസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൺട്രി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. വാട്ട് ഈസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ MBBS അഡ്മിഷൻ എബ്രോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എലിജിബിലിറ്റി വേണ്ടത്? ഞാൻ പറഞ്ഞു 10+2 വേണം, മിനിമം 50 മാർക്കിൽ ഉണ്ടാകും, നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. പക്ഷെ വിദേശത്ത് പഠിച്ച് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ മാത്രമാണ് നീറ്റ് ക്വാളിഫൈഡ് ആവശ്യമുള്ളൂ. തിരിച്ചിന്നെയും ഇന്ത്യയിലേക്ക് വരുന്നില്ല എങ്കിൽ ഒരു ഇന്റർനാഷണൽ കൺട്രിയും നീറ്റ് വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വിസ കിട്ടാനും അത് പ്രത്യേകം ഇതാണ്. ഞാനത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പേജ്. ഹൗ മച്ച് കോസ്റ്റ് ഓഫ് ആവറേജ് എത്ര ഇതാണ്? ഒരു $3000 മുതൽ $10,000 വരെ അല്ലെങ്കിൽ ഒരു ആവറേജ് ഫീസ് ആണെന്ന് വിവിധ രാജ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് ഇന്ത്യൻ മണിയിലേക്ക് ഒന്ന് കൺവേർട്ട് നോക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഒരു ഇവിടെ നമ്മളൊരു നേഴ്സിംഗ് പഠിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ മാംഗ്ലൂരൊക്കെ പോയി നേഴ്സിംഗ് പഠിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇന്റർനാഷണൽ ക്യാമ്പസിന് നല്ല അടിപൊളിയായിട്ട് നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേർ അവിടെ പോയി ടിക്ടോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ നല്ല വേറെ കൾച്ചർ എൻജോയ് ചെയ്തുകൊണ്ട് വേറൊരു ഇന്റർനാഷണൽ കൺട്രിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ ലിവിംഗ് കോസ്റ്റ് വരുന്ന ഒരു ആവറേജ് 3000 മുതൽ 5000 പെർ ഇയർ ഒക്കെയാണ്. ഞാൻ എല്ലാം എടുത്തിരിക്കുന്ന ആവറേജ് ആണ്. ഒരു പർട്ടിക്കുലർ ഓരോന്നിനും വരുമ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഇതിനകത്ത് നമ്പറിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിന്റെ എല്ലാം ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ കോളേജിന്റെയും സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം. ഇതിപ്പോ ഞാനൊരു കോമൺ ആയിട്ട് ഒരു ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ മെഡിക്കൽ ഡിഗ്രി റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ കൗൺസിൽ MC അംഗീകാരമുണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉണ്ടോ എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അത് അവരുടെ സൈറ്റുകളിലും ഒക്കെ ഉണ്ട്. പിന്നെ FMGE എക്സാം ഇവർ വന്നതിന് ശേഷമുള്ള FMGE എക്സാം ഇവർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പഠിപ്പിക്കുന്ന സിലബസുമായിട്ട് ഒക്കെ മാച്ചിങ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവര് ഓരോ രാജ്യത്തിനും നോക്കുമ്പോൾ അവിടെ പഠിച്ച കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അല്ലെ ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എത്രമാത്രം ഇവർ ഈ ടെസ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ ഇവർ കേപ്പബിൾ ആയിട്ടുണ്ട്, ഇവരുടെ ഒരു പാസ്റ്റ് റേഷ്യോ എന്താണ്, ഇതെല്ലാം നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സെലക്ട് ചെയ്യുമ്പോൾ. നമ്മൾ ഫിനാൻസ് മാത്രമല്ല നോക്കേണ്ടത്, അംഗീകാരങ്ങൾ മാത്രമല്ല, ഈ കുട്ടികൾ പഠിച്ച് ഇന്ത്യൻ സിലബസ് അല്ലെ ഇന്ത്യയിലാണ് അവർ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സാം ക്ലിയർ ചെയ്യണമല്ലോ. അപ്പൊ അതിലേക്ക് എത്രമാത്രം കൺവേർഷൻ വരുന്നു, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഇപ്പം വാട്ട് ആർ ദ വിസ റിക്വയർമെന്റ് സ്റ്റാർട്ടിങ് ഇപ്പൊ ഒരു വിസ കിട്ടാൻ വേണ്ടി MBBS എന്തൊക്കെയാണ് വേണ്ടത്? സ്റ്റുഡന്റ് അവിടുന്ന് ഒരു നല്ല ഓഫർ വേണം, പാസ്പോർട്ട് വേണം, അഡ്മിഷൻ വേണം, ഫണ്ട് പ്രൂഫ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണ്ടി വരുന്നത്. അടുത്ത പേജ്, FMGE ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും അതിന്റെ സിലബസ് നമ്മൾ മെറ്റ് ചെയ്യുക, അതിന്റെ പ്രാക്ടീസുകൾ ചെയ്യുക. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓൺലൈനായിട്ടോ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. വാട്ട് ആർ ദ ജോബ് പ്രോസ്പെക്ട്സ് ഫോർ കംപ്ലീറ്റ് MBBS ശേഷം എന്ത് ജോബാണ് കിട്ടുക? ഞാൻ ആദ്യം കാണിച്ചില്ലേ, നമ്മൾ നോർമൽ ഡോക്ടർ ആകുമ്പോൾ മാത്രമല്ല, ഏകദേശം 15-20ഓളം അതർ സെഗ്മെന്റിലേക്കും നിങ്ങൾക്ക് തിരിയാനുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങൾ ഒരു MBBS പാസ്സാവുന്നതോടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഹൗ ടു ഗെറ്റ് ദ സ്കോളർഷിപ്പ് ഓർ ഫിനാൻഷ്യൽ എയ്ഡ് ഫോർ MBBS സ്റ്റഡീസ് അബ്രോഡ്? ഒരു നല്ല ക്വസ്റ്റൻ ആണ്. യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പുകൾ പല യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ പലരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ലോണിന് എലിജിബിലിറ്റി ആണ്. ഇപ്പം വിദേശത്ത് പോകുന്ന പല കുട്ടികളും MBBSന് ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ അവര് ഈ പല രാജ്യത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ രാജ്യത്തേക്ക് ഈ അഡ്മിഷൻ എടുത്ത് പല കുട്ടികളും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഈ കുട്ടികൾ അങ്ങോട്ട് ചെല്ലുന്നില്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികൾ പലരും ആ ഒരു അപ്രൂവൽ കൊടുക്കുന്ന ആ കുട്ടികൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ള എന്താ പറയാ, COE എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കൺഫർമേഷൻ ഓഫ് എൻറോൾമെന്റ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് ഇവരവിടെ കുട്ടി അഡ്മിഷൻ എടുത്ത് അവിടുത്തെ ഫീസൊക്കെ അതിനുശേഷം അത് ലോണിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ആദ്യം തന്നെ പലരും ഇപ്പൊ അതായത് റേറ്റ് കുറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം ആദ്യം തന്നെ ലോൺ പോകുന്നതിന് മുമ്പേ ചെയ്യില്ല. പിന്നെ ഇതെല്ലാം ബാങ്കിന്റെ ഡിപ്പെൻഡ് ആണ്. ഞാനൊരു ബാങ്കർ ആയിരുന്നു, ഞാൻ ഏകദേശം 12 വർഷത്തോളം സ്റ്റേറ്റ് ബാങ്കിൽ മാനേജറായിട്ട് ഇരുന്ന ആളാണ്. ഇപ്പൊ ഒരു ബാങ്ക് നോക്കുന്ന ഇതാണ് നിങ്ങളുടെ റേപേയിങ് കപ്പാസിറ്റിയാണ്, നിങ്ങളുടെ സാങ്ഷൻഡ് ഡോക്യുമെന്റ് നിങ്ങളുടെ ലീഗൽ ഡോക്യുമെന്റുമാണ്. അപ്പൊ നിങ്ങൾ ഇതിന് എലിജിബിലിറ്റി ഉണ്ടോന്ന് അവർ ഓക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഈട് പോലും ഇല്ലാതെ നിങ്ങളുടെ പ്രൊഫൈൽ നല്ലതാണെങ്കിൽ, നിങ്ങളുടെ സിബിൽ സ്കോർ കറക്റ്റ് ആണ്, നിങ്ങളുടെ നിങ്ങൾ കൊടുക്കുന്ന സെക്യൂരിറ്റി കറക്റ്റാണ്, നിങ്ങളുടെ പാസ്റ്റ് അല്ല, നിങ്ങളൊരു പ്രൊഫൈൽ നല്ലതാണ് എങ്കിൽ ഒരു ഈട് പോലും ഇല്ലാതെ ലോണുകൾ കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത്. എഡ്യൂക്കേഷൻ ലോൺ 100% രണ്ട് കാര്യത്തെ ഡിപ്പെൻഡ് ആണ്. ഒന്ന് നിങ്ങൾ എടുത്ത യൂണിവേഴ്സിറ്റിയുടെ ഓഫർ, രണ്ടാമത് നിങ്ങളുടെ റീപേയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ. അടുത്ത പേജ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്തേക്ക് PGക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മൾ ഒരു രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ ആ രാജ്യത്തിനുള്ള കോഴ്സ് പല രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ അംഗീകരിക്കില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ ചിലത് അംഗീകരിക്കില്ല, ചിലത് അംഗീകരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിരിക്കണം നമ്മളുടെ ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പലരുടെയും പ്രശ്നമാണ്, എനിക്ക് അവിടെ അക്കോമഡേഷൻ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ സപ്പോർട്ട് സർവീസുകൾ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ്, അവിടെയുള്ള കാര്യങ്ങൾ, ലോക്കൽ ഗാർഡിയൻ, നിങ്ങൾക്ക് അവിടുത്തെ എന്താണ് ആ രാജ്യത്തിന്റെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടുത്തെ എന്താ പറയാ COE പോലെ അവിടെ ആ രാജ്യത്തിന്റെ ഓരോ രാജ്യത്തിനും പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ അവിടുത്തെ നമ്മൾ ഇവിടുന്ന് ആധാർ എടുക്കുന്ന പോലെ സ്റ്റുഡൻസ് ID കാർഡ് എടുക്കുന്ന പോലെ ഓരോ രാജ്യത്തിന് വ്യത്യസ്തമാണ്, ഓരോ രാജ്യത്തിന്റെ വ്യത്യസ്തമായ പേരുകളാണ് പറയുന്നത്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടോ? അങ്ങനെയുള്ള A to Z സപ്പോർട്ടുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വാട്ട് ആർ ദ ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ഫോർ ദ സ്റ്റഡിങ് അബ്രോഡ്? എന്തൊക്കെ റിക്വയർമെന്റ് ആണ് പലരുടെയും? അപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ UK, കാനഡ, ഓസ്ട്രേലിയ ഇതുപോലെയുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രികളാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ ലാംഗ്വേജ് അവർ മസ്റ്റായിട്ട്, ജർമ്മനിയാണോ ജർമ്മൻ അവർ ചോദിക്കും. പക്ഷേ ആ സ്ഥാനത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മേളത്തെ രാജ്യങ്ങളിലൊന്നും അവർ IELTS TOEFL ഒന്നും നിർബന്ധമായിട്ട് ചോദിക്കുന്നില്ല. മീഡിയം ഫോം ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ തന്നെയാണ്. പിന്നെ റഷ്യ അങ്ങനെയുള്ള ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ അവര് നമ്മളെ കൂടെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും കൂടെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ചില ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജും കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എല്ലാം ഒരു കോമൺ ആണ്. പക്ഷേ നിങ്ങൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അത് നിർബന്ധമായിട്ടും ഈ വക കാര്യങ്ങൾ നിങ്ങൾ പർട്ടിക്കുലർ ആയിട്ട് ക്ലോസ് മോണിറ്ററിങ് ചെയ്യണം, ക്ലോസ് ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നെക്സ്റ്റ്, ക്യാൻ ഐ പ്രാക്ടീസ് മെഡിസിൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ കംപ്ലീറ്റ് MBBS അബ്രോഡ്? എനിക്കിത് തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, അത് ഈ പറഞ്ഞ അപ്രൂവൽ ആയിട്ടുള്ള നീറ്റും ക്വാളിഫൈഡ് ആയിട്ട് വന്ന് ഈ FMGE എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് MCA ആയിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാം ഒന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏത് കോളേജാണോ ഏത് കൺട്രി ആണോ സെലക്ട് ചെയ്യുന്നത് ആ കൺട്രിയുടെ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം എലിജിബിൾ ആയിട്ടുള്ള കോളേജും കൺട്രിയും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഹൗ ടു ഗെറ്റ് അസിസ്റ്റൻസ് ഡോക്യുമെന്റേഷൻ ആൻഡ് പേപ്പർ വർക്ക് സ്റ്റഡിങ് അബ്രോഡ്? നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം അസിസ്റ്റന്റ് ചെയ്ത് കിട്ടുമോ? തീർച്ചയായിട്ടും. ഈ ഒരു ഞങ്ങളുടെ ഏകദേശം 195ഓളം പാർട്ട്ണർ ബ്രാഞ്ചുകൾ ഇതെല്ലാം ചെയ്യുന്ന വളരെയധികം, ഇന്ന് 3000-ലധികം കുട്ടികൾ ഇന്ന് വിദേശത്ത് പഠിപ്പിച്ച് അയച്ച് അതിന്റെ എക്സ്പേർട്ടുകളാണ് ഇന്ന് കേരളത്തിലെ
90ഓളം പാർട്ട്ണർ ബ്രാഞ്ചുകൾ ഇന്ന് ലൈവായിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് ഈ എല്ലാ അസിസ്റ്റും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ്സ്, നിങ്ങളുടെ വിസ പ്രോസസ്സിങ്, അവിടെ ചെന്നിട്ടുള്ള സപ്പോർട്ടിങ്, നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ ചെയ്തു തരുന്ന കാര്യങ്ങൾ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സുകൾ, ഇന്ത്യയിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്, 3 സ്റ്റേജാണ് ആദ്യം ഉള്ളത്. ആദ്യം അഡ്മിഷൻ എടുക്കുക എന്നുള്ള സ്റ്റേജും, രണ്ടാമത് വിസ പ്രോസസ്സും, മൂന്നാമത് ട്രാവൽ ചെയ്യുക. അവിടെ ട്രാവൽ ചെയ്തതിന് ശേഷം അവിടെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെ 4 സ്റ്റേജ് ടോട്ടൽ ഉണ്ട് ഒരു MBBS സ്റ്റഡിക്ക്. പക്ഷെ ഇപ്പം തന്നെ ഞാൻ പറയുന്നു, പലരും എന്താ പറയുക, ലേറ്റ് ആണ്. ഇപ്പം തന്നെ പലയിടത്തും അഡ്മിഷൻസ് ഏകദേശം 50%ഓളം കംപ്ലീറ്റഡ് ആണ്. നിങ്ങൾ ആരും വിദേശത്തേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സമയം കളയണ്ട, അല്ലെ റിപ്പീറ്റ് ചെയ്ത് സമയം കളയണ്ട എന്നുള്ള എൻ്റെ അഭിപ്രായം. നല്ല കാരണം 1 വർഷം അല്ലെ 2 വർഷം ഇവിടെ കളഞ്ഞ് തിരിച്ച് ആ വർഷവും നിങ്ങളുടെ നീറ്റിന്റെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ഒക്കെയാണ് വരുന്നത്. കുട്ടികളുടെ മനസ്സ് നിങ്ങൾ ഇടിഞ്ഞു പോകും. അവർ കഷ്ടപ്പെട്ട് അവർ 1 വർഷം പഠിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരെ അങ്ങനെ റിപ്പീറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇതേ പഠിച്ച സാധനം തന്നെ വീണ്ടും കളയണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇതേ സെയിം കേസിൽ ഇപ്പം എൻ്റെ മോൻ എഞ്ചിനീയറിങ്ങിന് ജെയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടായതാണ്. അവനെ ഞാൻ വിദേശത്ത് വിട്ടു, അവൻ ഇന്ന് വലിയ ജോലിയിലായി. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജും യൂണിവേഴ്സിറ്റിയും കൺട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്ഥാനത്ത് ചുമ്മാ ഇവിടെ കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് MBBS സ്വപ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കൺട്രിയും നല്ല ഇതും സെലക്ട് ചെയ്ത് നിങ്ങൾ അവരെ അയച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ് ആസ് ഒരു ഇന്റർനാഷണൽ കരിയർ കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത പേജ്. പിന്നെ അവിടുത്തെ കൾച്ചർ ആക്ടിവിറ്റികൾ, അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലുകൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ വിദേശത്ത് പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ പഠിക്കാം, ഡിഫറെൻ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകത്തിലുള്ള ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പല നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പല പല രാജ്യത്തിൽ നിന്നുള്ളവരായിരിക്കും. അവിടെ പോയി വഴക്കൊന്നും പിടിക്കാൻ പോരുത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു രാജ്യത്ത് 2 കൺട്രീസിൽ വഴക്കുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനൊന്നും പോരുത്. പഠിക്കാൻ പോകുന്ന കുട്ടികൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ തന്നെ പോവുക. അതിപ്പോൾ ഇന്ത്യയിലാണ് നടക്കുന്നുണ്ട്, ക്യാമ്പസിൽ വഴക്കും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒരു ഫ്യൂച്ചർ ഡോക്ടറായിട്ട്, അത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ, അല്ലെ വിദേശത്താണ് വിദേശത്ത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡോക്ടറായിട്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഞാൻ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് നീറ്റ് ഈസ് നോട്ട് ക്വാളിഫൈഡ്? നീറ്റ് ക്വാളിഫൈഡ് ചെയ്തിൽ MBBS ചെയ്യാൻ പറ്റുമോ എന്നാണ് അഖിൽ സാറിന്റെ ചോദ്യം. തീർച്ചയായിട്ടും പറ്റും. നീറ്റ് ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമേ നീറ്റ് ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇന്ത്യയിൽ നിന്നൊരു വിസ കിട്ടാനും നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ കുറച്ചും കൂടെ സാധ്യത കൂടുതലുണ്ട്. ഇന്ത്യയിൽ നിന്ന് നമുക്ക് വിസ, ഈ 2 കാര്യത്തിന് മാത്രമാണ് നീറ്റ് ക്വാളിഫൈഡ്. പക്ഷേ ഒരു വിദേശ രാജ്യവും നീറ്റ് വേണം എന്ന് അവർ പറയുന്നില്ല. അവര് ഈ മാർക്കും ബാക്കി മീഡിയം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും മാത്രമാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ തിരിച്ചു വരാൻ മാത്രമാണ് നീറ്റ് പാസ്സായില്ല, നിങ്ങൾ വിദേശത്ത് തന്നെ സെറ്റിൽ ആവാനും പഠിക്കാനാണോ ആഗ്രഹം, അല്ലെ അങ്ങനെ പറന്നു പോകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, തിരിച്ച് ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ നീറ്റ് ഒരു കമ്പൽസറി അല്ല. പിന്നെ വാട്ട് ഈസ് ദ കോസ്റ്റ് ഇൻ ഓൾ യൂണിവേഴ്സിറ്റി? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഏകദേശം 10-30 യൂണിവേഴ്സിറ്റികൾ നമുക്ക് തന്നെ ഞങ്ങളുടെ ഈ 195 ബ്രാഞ്ചുകൾക്ക് ഇന്ന് കേരളത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന പല ബ്രാഞ്ചുകളുണ്ട്. ഈ ബ്രാഞ്ചുകളുടെ എല്ലാം ടെക്നോളജി സപ്പോർട്ടേഴ്സ് ആണ് ഞങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കൊച്ചി ഇൻഫോ പാർക്കിൽ ബേസ് ചെയ്യുന്ന ഈ ടെക്നോളജി സപ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല ഓപ്ഷൻസും ഉണ്ട്. ഞങ്ങളുടെ ടെക്നോളജിയിൽ ഏകദേശം 12-13 രാജ്യങ്ങളുടെ MBBS മാത്രമല്ല 35 രാജ്യങ്ങളിൽ ഏകദേശം 1 ലക്ഷത്തിലധികം കോഴ്സുകൾ, എന്താ പറയാ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ MBBS മാത്രമല്ല ഏകദേശം 1 ലക്ഷത്തിലധികം കോഴ്സുകൾ 1000-ലധികം യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി പ്രൊവൈഡർ ആണ് ഞങ്ങൾ. കേരളത്തിലെ കൺസൾട്ടൻസികളെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. പല കൺസൾട്ടൻസികളുടെ ബാക്ക് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന 195 ബ്രാഞ്ചിൽ ഏത് ബ്രാഞ്ചിൽ ചെന്നാലും നിങ്ങൾക്ക് ഈ സർവീസുകളെല്ലാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. വളരെ ഗ്യാരണ്ടിയോട് കൂടി ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള പേരൻസുമായിട്ട് സംസാരിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള സംസാരിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റൽ നടത്തുന്ന ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം, അല്ല നിങ്ങൾക്ക് നേരിട്ട് പോയി രാജ്യം വിസിറ്റ് ചെയ്യാൻ, നിങ്ങൾ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും നിങ്ങൾ നേരിട്ട്, നിങ്ങളുടെ പേരൻസ് നേരിട്ട് പോയി നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ചെലവുകൾ മുഴുവൻ നമ്മുടെ ആളുകളായിരിക്കും നോക്കുന്നത്. അവിടെ നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം നമ്മുടെ ആളുകൾ നോക്കും. നിങ്ങൾ അവിടുന്ന് അഡ്മിഷൻ എല്ലാം റെഡിയാക്കി നിങ്ങൾ അവിടുന്ന് തിരിച്ചു വിടും. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളായിട്ട് പോകുന്നത്. അങ്ങനെ വേണ്ട നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം കണ്ട് നേരിട്ട് അങ്ങനെ പോയവരാണ് ഇന്ന് പലരും അവിടെ തന്നെ സെറ്റിൽ ആയവരും, അവിടെ തന്നെ ഹോസ്റ്റൽ നടത്തുന്നവരും, അവിടെ തന്നെ ബിസിനസ്സിലേക്ക് കൺവേർട്ട് ആയവരും ഒത്തിരി പേരെ എനിക്ക് ഈ ലോകയാത്രയിൽ, ഞാൻ ഏകദേശം ഈ ലോകത്തിന്റെ മുഴുവൻ കോണുകളിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു തുടക്കമാവട്ടെ നിങ്ങളുടെ ഈ ഒരു ഇന്നത്തെ മീറ്റിംഗിന് ഞാൻ ആശംസിക്കുന്നു. ഇതിനകത്ത് വേറെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്.
സ്റ്റുഡൻസ് വി ഹാവ് ലെസൺസ് ഫോർ ദ യൂണിവേഴ്സിറ്റി ഷുഡ് ഗോ. ഓ നോ, ഓക്കെ. അവിടുന്ന് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പം അവരെ നമ്മൾ ക്യാൻ യു ഓൾസോ മെൻഷൻ അബൌട്ട് ദ യൂഷ്വൽ വിസ പ്രോസസിംഗ് ടൈം. ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ ഇൻടേക്ക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആണ്. ഇന്നോ നാളെ തന്നെ നമ്മൾ അപേക്ഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് പ്രോസസ് ചെയ്യണം. കാരണം അത് 1.5 മന്തോളം ഇതിന്റെ പ്രോസസ് ഉണ്ട്. സെപ്റ്റംബർ ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രോസസ് തുടങ്ങണം. ഓക്കെ, ഐ ആം വെൽക്കമിംഗ് ദ സ്റ്റുഡൻസ് ഫ്രം ദ ജോർജിയ ആൻഡ് the wardens and the supporters from the Georgia. I am welcoming the people. Sorry, നമുക്കറിയാം MBBS എപ്പോഴും അവര് ഭയങ്കര പഠിക്കാനുള്ള കുട്ടികളാണ്. അവരുടെ എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും അവർ വന്ന് നിങ്ങൾക്ക് നമ്മളറിയാം, നമ്മളൊന്ന് ക്ഷണിച്ചപ്പോൾ അവര് പഠനത്തിലും നിങ്ങൾ അതുപോലെയുള്ള നിങ്ങൾക്ക് ഒരു അവസരം അല്ലെങ്കിൽ അവർ പ്രദാനം ചെയ്യുന്നെങ്കിൽ അവരുടെ മനസ്സിലെ നന്മയാണ്. അപ്പൊ അതുകൊണ്ട് എത്തിയിട്ടുണ്ടോ? ഹലോ, നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ടോ? ഓക്കെ, പ്ലീസ്. നമ്മുടെ കുട്ടികൾ ജോർജിയയിൽ നിന്ന് എത്തിയിട്ടുണ്ടോ? ഓക്കെ, അന്ന വെൽക്കം അന്ന. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞനിയന്മാരും അനിയത്തിമാർക്കും അന്ന അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന കുട്ടികളെ ഒരു പ്രചോദനമാവുക. അവർക്ക് നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് പറയാമോ? അവിടെ ജോർജിയയിൽ എങ്ങനെയുണ്ട്? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? അവിടെ അറ്റ്മോസ്ഫിയർ നല്ല ഇതാണോ? എങ്ങനെയുണ്ട്? നിങ്ങൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാമോ? നിങ്ങളുടെ ഫുഡ് എങ്ങനെ? നിങ്ങൾക്ക് എല്ലാം സേഫ് ആണോ? എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാമോ? യെസ്, ജോർജിയയിലെ കാലാവസ്ഥ തന്നെ അവർ കാണിക്കുന്നുണ്ട്. ഇനി നല്ല വെയിലാന്ന് തോന്നുന്നല്ലേ? ഹലോ, ഞാൻ അന്ന ജെയ്സൺ. ഞാൻ ബത്തൂമി ഷോട്ട റെസ്റ്റവേലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ബത്തൂമിയിലെ കറണ്ട് കാലാവസ്ഥ പറയുവാണെങ്കിൽ ജോർജിയയിലെ സമ്മർ ആണ്. ഇപ്പോ സമ്മർ ടൈമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്. നമുക്ക് വിന്റർ ടൈമിൽ കാണുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും ഒത്തിരി പുറം രാജ്യത്തു നിന്നുള്ള വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ആണ്. നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ കാണാൻ പറ്റുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് സീയിലേക്കാണ്. സോ അങ്ങോട്ടേക്ക് നമ്മൾ കാണുന്നത് ബ്ലാക്ക് സീ ആണ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ആണ്. ഇതൊരു പാർക്ക് രീതിയിൽ അവർ ഏകദേശം 14 കിലോമീറ്റേഴ്സ് നമുക്കൊരു ബോൾവിയാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇരിക്കാനുള്ള സ്പേസസ് ആംബിൾ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വ്യൂ നിന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് പോർഷൻ, അതായത് മെയിൻ ഗേറ്റ് വരുന്നത്. ഇത് യൂണിവേഴ്സിറ്റി ഫൗണ്ടെയിൻ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ബിൽഡിംഗ്, അതായത് മെയിൻ ഗേറ്റ്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടെയിൻ ആണ്. ഇതാണ് ബത്തൂമി ഷോട്ട റെസ്റ്റവേലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഇത് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്. നമ്മൾ ഇതുവഴി പോകുന്ന മെയിൻ എൻട്രൻസിലേക്കാണ് പോവുക. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് എൻട്രൻസ്. ഇതാണ് പൊതുവെ നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ വശം. ഈ കാണുന്നതെല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അച്ചീവ്മെന്റ്സ് ആണ്. നമുക്ക് ഈ കാണുന്ന മേളിലേക്കുള്ള സെക്ഷനിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലൈബ്രറി ആണ്. ഇപ്പൊ ലൈബ്രറി ഒക്യുപ്പൈഡ് ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതെ. കാരണം നമുക്ക് അവിടെ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള വെൽ ഒക്യുപ്പൈഡ് ലൈബ്രറിയാണ്. പിന്നെ നമ്മൾ വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ പോർഷനിലേക്കാണ്. നമുക്കിവിടെ ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഏരിയ. ആ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള, മെഡിസിൻ പഠിക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ മാത്രമല്ല ഒത്തിരി കോഴ്സസ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടി മെഡിസിന് വേണ്ടി അവർ തന്നേക്കുന്ന ബ്ലോക്ക് ഇതാണ്. പിന്നെ അത് കൂടാണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കോഴ്സസ് വേറെ നമ്മുടെ യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെസ് കളിക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും അവൈലബിൾ ആണ്. ഇപ്പം ഏത് കോഴ്സ് പഠിക്കാൻ വന്നവർക്കാണെങ്കിലും ഒരു മൈൻഡ് റിലാക്സേഷന് ഇത് അവൈലബിൾ ആണ്. നമ്മുടെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യും. പിന്നെ വരുന്ന നമുക്കൊരു സിറ്റിംഗ് സ്പേസസ് ഉണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിന്റെ ഇടയ്ക്കുള്ള ബ്രേക്കിലൊക്കെ നമുക്ക് വന്ന് ഇരിക്കാനായിട്ട് ഷാഡോസ് ഉള്ള സിറ്റിംഗ് സ്പേസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവരിതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഫുട്ബോൾ ഗ്രൗണ്ട് ആണ്. നമുക്ക് ഫുട്ബോൾ ടീംസ് ഉണ്ടാക്കാനും നമ്മുടെ തന്നെ മാച്ചസ് സെറ്റ് ചെയ്യാനും എല്ലാം യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട്.
അത് കൂടാണ്ട് നമുക്ക് ബാസ്കറ്റ്ബോൾ കോർട്ടും ഉണ്ട്. ഇതാണ് ബാസ്കറ്റ്ബോൾ കോർട്ട്. അത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ടീംസ് ഉണ്ടാക്കാനും അത് എപ്പോഴും തന്നെ അത് ടീംസ് അപ്പ് ചെയ്ത് കളിക്കാനും യൂണിവേഴ്സിറ്റി എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജോർജിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഗ്യാദർ ടു ഗ്യാദർ എന്ന പ്രോഗ്രാമും നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ ജോർജിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് ടീം അപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് ആണ്. സോ ഇതിന്റെ താഴേക്ക് പോയാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാഫറ്റീരിയ ആൻഡ് മ്യൂസിക് ബാൻഡ് ബ്ലോക്ക് എല്ലാം അങ്ങോട്ടാണ്. പക്ഷെ ഇതിന്റെ മേളിലേക്കാണ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ വരിക. നമുക്ക് ഓരോ സെക്ഷനിലും ഓരോ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. നമുക്ക് എപ്പോഴും മേളിലെ സെക്ഷൻ, നമ്മൾ ലാബ്സ് ആൻഡ് ഫാക്കൽറ്റി ഉള്ള സെക്ഷനിലാണ് നമുക്ക് ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഈ കയറി ചെല്ലുന്നത് ആണ് മെയിൻലി നമുക്ക് ക്ലാസ്സസ് നടക്കുന്ന സെക്ഷൻ. സോ ഇതാണ് ഞങ്ങളുടെ വൺ ഓഫ് ദി ക്ലാസ് റൂം, ഇത് റൂം നമ്പർ 328. ഇവിടെ ആയിരിക്കും നമുക്ക് മിക്ക ലെക്ചേഴ്സ് ഒക്കെ നടക്കുക. ഇത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലും നമുക്ക് പ്രൊജക്ടർ അവൈലബിൾ ആണ്. ഇതിപ്പോ ഇവിടെ ലാബ് ഒക്യുപ്പൈഡ് ആണ്. ഇത് നമ്മുടെ മോളിക്കുലർ ബയോളജിയുടെ ലാബാണ്. ഇപ്പോൾ ഉള്ളില് ലാബ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്ത, സോറി. നമുക്ക് എല്ലാ ഫ്ലോറിലും ആമ്പിൾ ആയിട്ട് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട്. ഈ കാണുന്ന ഒക്കെ നമ്മുടെ ഓരോ ക്ലാസ് റൂംസ് ആണ്, ബട്ട് സ്റ്റിൽ എല്ലാം ഒക്യുപ്പൈഡ് ആണ്. പിന്നെ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വെയിറ്റിംഗ് ഏരിയ ആണ്. എല്ലാ ഫ്ലോറിലും സ്റ്റുഡൻസിന് ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ക്ലാസ്സിന് മുന്നോ റിലാക്സ് ചെയ്തിരിക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെഡിക്കൽ ഡീനിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് ടൈം ഈ 2 റൂംസിൽ നമുക്ക് ഇവർ ഫുൾ ടൈം അപ്രോച്ചബിൾ ആണ്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണേലും ഇവരുണ്ടാവും. ആൻഡ് ഇങ്ങനെയാണ് ഈ ഹോൾവേ വരുന്നത്. ഈ ഹോൾവേയിൽ നമ്മുടെ സയൻസ് ആൻഡ് ഹെൽത്ത് കെയറിന്റെ ഫാക്കൽറ്റി മൊത്തം ഇവിടെയാണ് വരിക. നമുക്ക് എല്ലാ റൂമുകളും നമ്മുടെ ഇതിനനുസരിച്ചുള്ളതാണ്. പിന്നെ ഇതും നമ്മുടെ ഒരു ലാബാണ്, ബട്ട് ഇത് ലോക്ക്ഡ് ആണ്. സോ ഇതൊക്കെയാണ് BSUനെ കുറിച്ച് പറയുമ്പോൾ വരുന്നത്. താങ്ക് യു വെരി മച്ച് അന്ന. തീർച്ചയായിട്ടും അന്നയ്ക്ക് നല്ലൊരു ഫിസിക്കൽ എക്സസൈസ് കൂടി തന്നു. ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും അന്ന നമ്മുടെ എന്താ പറയുക, ഇന്ന് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ MBBS പഠിക്കാൻ ചിന്തിക്കുന്ന കുഞ്ഞനിയന്മാരും അനിയത്തിമാർക്കും അവരുടെ പേരൻസിനും വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു നന്മ എന്നും തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ നിങ്ങൾക്ക് പേരൻസും കുട്ടികൾക്കും ആർക്കെങ്കിലും അന്നയോട് അല്ലെങ്കിൽ വന്നിരിക്കുന്ന കുട്ടികളോട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അന്ന ഒന്ന് ഇരുന്നോളൂ. പ്ലീസ്. അന്ന ഉണ്ടല്ലോ അല്ലേ ലൈനില്? അന്ന ഏത് ഇയർ ആണ്? ഞാനിപ്പോ ഫസ്റ്റ് സെം കഴിയാറാണ്. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് സെം അനാട്ടമി, ഫിസിയോളജി, ബയോകെം അല്ലേ? അനാട്ടമി നമുക്ക് സെക്കൻഡ് സെമ്മിൽ വരും. ബട്ട് അതിന്റെ പ്രീകോഴ്സർ സബ്ജക്റ്റുകളൊക്കെ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫൈനൽസ് ആണ് നെക്സ്റ്റ് മന്ത്. ഓക്കെ. അപ്പൊ നിങ്ങക്ക് എങ്ങനെയാ നമുക്കിവിടെ ഡിസെക്ഷൻ ചെയ്യുന്നത്? അവിടെ എന്താണ്, എങ്ങനെയാ സിമുലേഷൻ ആണോ അതോ നിങ്ങൾക്ക് അറിയോ അതിന്റെ കാര്യങ്ങൾ? അതെ, നമുക്കിപ്പോ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെം തുടങ്ങി നമുക്ക് സിമുലേഷൻസ് ആണ്. അത് കൂടാതെ നമുക്ക് ഡൈസെക്ട് ചെയ്ത പാർട്സ് നമുക്ക് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. നമുക്ക് യൂട്രസ്, കിഡ്നി അങ്ങനെയുള്ള പാർട്സ് ഒക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. നമ്മൾ മെയിൻലി പഠിക്കുക സിമുലേഷൻസിലൂടെയാണ്. ബട്ട് നല്ല രീതിയിൽ അഡ്വാൻസ്ഡ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ആണ്. നമുക്ക് ഒരിക്കലും സിമുലേഷൻസ് ആണെന്ന് തോന്നില്ല, നല്ല രീതിയിൽ തന്നെ അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ. വാട്ട് അബൌട്ട് ദി ക്ലിനിക്സ്? ക്ലിനിക്കൽ എക്സ്പോഷർ
യെസ് മാം. തേർഡ് ഇയർ തുടങ്ങി നമുക്ക് ക്ലിനിക്കൽസ് നമുക്ക് ഹോസ്പിറ്റൽസിൽ ഫുൾ ടൈം നമുക്ക് ഉണ്ടാവും. ക്ലിനിക്കൽ എക്സ്പോഷർ ഈ ജോർജിയയുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ശരി, നാട്ടിലെ പോപ്പുലേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആ രീതിയിൽ ഇവിടെ പോപ്പുലേഷൻ കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ട്. കാരണം സീനിയേഴ്സ് ഒക്കെ സർജറിക്ക് പോകുന്നതും പിന്നെ അതിന്റെ പ്രാക്ടീസ് റിലേറ്റഡ് സംഭവങ്ങൾക്കൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ക്ലിനിക്കൽ എക്സ്പോഷർ ഇവിടുത്തെ പോപ്പുലേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത് കൂടാണ്ട് ഇവിടെയുള്ള ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് എല്ലാം ന്യൂലി ഓക്യുപ്പൈഡ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ നമുക്ക് റേഡിയോളജിയുടെ ലാബ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാണ് മെഷീൻസ് കാണുന്നതും അതുപോലുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. സോ അത് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ്, അതായത് ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജസ് പോലെയല്ല, പിന്നെ മെഡിക്കൽ കോളേജസും ഹോസ്പിറ്റലും ഒരുമിച്ചല്ല, നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത ഹോസ്പിറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അതെ മാം. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത് ഒത്തിരി കോഴ്സസ് നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിലൊരു സെപ്പറേറ്റ് ബ്ലോക്ക് ആണ് നമ്മുടെ നാച്ചുറൽ സയൻസ് ആൻഡ് മെഡിസിൻ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്. അതിന് നമുക്കിത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത് തന്നെ, യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് 2 ഹോസ്പിറ്റലുകളും വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടു തേർഡ് ഇയറിൽ വരുന്ന ലാബുകളെല്ലാം നമ്മൾ റഫറൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലും, പിന്നീട് വരുന്ന 3 വർഷത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്ലിനിക്കൽ എല്ലാം വരുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് സർജറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. പിന്നെ അവിടെ ഒരു ഇന്ത്യൻ ബ്ലോക്ക് എന്ന് കണ്ടു അല്ലേ? അപ്പൊ ആ yes, ഒരു സെഗ്രിഗേഷൻ ബാക്കി എല്ലാത്തിലും ഉണ്ടോ? അല്ലെ ദെൻ വൈ ദിസ് ഇന്ത്യൻ ബ്ലോക്ക് എന്നുള്ളത്? നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ നമുക്ക് കംഫർട്ടബിള് നമ്മുടെ കൂടെ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ എപ്പോഴും. നമുക്ക് കുറച്ച് ജോർജിയൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അവർക്ക് പ്രൈമറി ലാംഗ്വേജ് ആയിട്ട് എപ്പോഴും അവർ ഫോക്കസ് ചെയ്യുന്ന ജോർജിയൻ ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ആണ് മെഡിസിൻ എടുക്കുന്നതെങ്കിൽ ജോർജിയൻസിന് ജോർജിയൻ ലാംഗ്വേജിലാണ് മെഡിസിൻ വരുന്നത്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ക്ലാസ് എടുക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ ജോർജിയൻ ലാംഗ്വേജ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോർജിയൻ സെക്ഷനിലേക്ക് പോകും. അത് കൂടാണ്ട് ബാക്കി ഇന്ത്യൻസ് മാത്രമല്ല, ഫ്രം സുഡാൻ, ഫ്രം യുക്രൈൻ, അവിടെ നിന്നൊക്കെ വരുന്ന പിള്ളേർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ആയിരിക്കും ജോയിൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബത്തൂമി ഷോട്ടറെസ്റ്റബേലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ഇന്ത്യൻസും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അത് നല്ല രീതിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അവർക്കായിട്ടൊരു സെപ്പറേറ്റ് ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മൾ അതുപോലെ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഏകദേശം 80 സ്റ്റുഡൻസ് വരുന്നതിൽ ഹാഫിൽ ആൻഡ് മോർ വരുന്നത് മലയാളീസ് ആണ്. സോ ഇറ്റ് വിൽ ബി മോർ കംഫർട്ടബിൾ വെൻ ദേ ആർ പ്രൊവൈഡിങ് എ സെപ്പറേറ്റ് ബ്ലോക്ക് ഫോർ us, ബട്ട് സ്റ്റിൽ ദ ടീച്ചേഴ്സ് ആർ ദ സെയിം. ആൻഡ് നമുക്ക് വരുന്നത് എല്ലാവരും ഒരേ ടീച്ചേഴ്സ് ആണ്, നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്. ആൻഡ് ഈവൻ ഫസ്റ്റ് ഇയറിൽ തന്നെ വരുന്നവർ US നിന്നും UK നിന്നൊക്കെ PhD MD എടുത്തവരാണ്. ആൻഡ് ദേ ആർ വെരി വെൽ റിസർച്ചേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് ആൻഡ് ദേ ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് ദ സ്റ്റഡി. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ഹിയർ. ഓക്കെ, താങ്ക് യു അന്ന. താങ്ക് യു മാം. നല്ലൊരു ബ്രീഫ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. താങ്ക് യു. താങ്ക് യു മാം. മൈ താങ്ക് പ്ലഷർ. യു. ഒത്തിരി നന്നായിട്ട് പറഞ്ഞു തന്നു. വേറെ പേരൻസിന്, കുട്ടികൾക്ക് അല്ല അമ്മമാർക്ക് ആർക്കെങ്കിലും കുട്ടികളുടെ സേഫ്റ്റിയെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദ്യങ്ങളുണ്ട് ചോദിക്കാം. ഇപ്പോൾ ഡോക്ടർ വന്ന് തീർച്ചയായിട്ടും നല്ല കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരമായിരുന്നു. അതുപോലെ പിന്നെ സേഫ്റ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലേഡീസ് പെൺകുട്ടികൾക്ക് എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ അന്ന പ്ലീസ്? സർ, ലേഡീസിന്റെ കേസിൽ നമുക്ക് ജോർജിയ, നമുക്ക് എല്ലായിടത്തും നോക്കിയാൽ കാണും ജോർജിയ ഇസ് വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രീസ്. അത് വെറുതെ പറയുന്നതല്ല, സീരിയസ്ലി ഇവിടെ ജോർജിയ സേഫ് ആണ്. ഗേൾസിന് നല്ല രീതിയിൽ മുൻഗണന ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇപ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ലാന്ന് ജോർജിയൻസിന് വരെ തോന്നി അവർ നമുക്ക് പ്രൊട്ടക്ഷൻ തരും. നമ്മൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ലാന്ന് അവിടെ ജോർജിയൻ മെയിൽസിനാണ് തോന്നുന്നതിൽ കൂടി ദേ വിൽ ബി കമ്മിങ് ആൻഡ് ചെക്കിംഗ് അപ്പ് നമ്മൾ ഓക്കെ ആണോ എന്ന്. സോ ആ ഒരു രീതിയിൽ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഒരു രീതിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. സേഫ്റ്റിയുടെ കേസിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗേൾസിന് ഇതുവരെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ബിക്കോസ് ജോർജിയൻസ് അതുപോലെ ഫ്രണ്ട്ലി ആണ്. ഇൻ കേസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് അവർ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഗേൾസിന് അവർ നല്ല രീതിയിൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. വി ക്യാൻ സി ആർ പ്രഗ്നന്റ് വുമൻസ് വർക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഏത് ഏജിലുള്ള ഗേൾസ് വർക്ക് ചെയ്യുന്നതും, ഇപ്പൊ പ്രായമായ ലേഡീസ് ആണെങ്കിലും അവർ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അതുപോലെ സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെന്റ് ആണ് ജോർജിയ കൊടുക്കുന്നത്. അത് സ്റ്റുഡൻസിനാണെങ്കിലും എൽഡറി പീപ്പിളിനാണെങ്കിലും എല്ലാവർക്കും ജോർജിയ നല്ല സേഫ് എൻവയോൺമെന്റാണ് കൊടുക്കുന്നത്. സോ സേഫ്റ്റിയുടെ കേസിൽ നമുക്കിവിടെ ടെൻഷന്റെ ആവശ്യമില്ല. താങ്ക് യു വെരി പിന്നെ മച്ച്. പിന്നെ ഒരു ഇന്ത്യൻസ് ചോദ്യം ചോദിച്ചോട്ടെ? ഡിസ്ക്രിമിനേഷനും ഇല്ല.
ഓക്കെ സർ. ചോദിച്ചോട്ടെ, നമ്മളിപ്പം കുട്ടികൾക്ക് പഠനമൊക്കെ കഴിഞ്ഞ് എന്താണല്ലോ അവർ ഫുൾ ടൈം ഒത്തിരി പഠിക്കാനുണ്ടാവും MBBS-ന്. അപ്പോൾ അതിന് ശേഷമുള്ള നമ്മുടെ എന്താ പറയുക ഈ ഈവനിങ് അല്ല ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക അതൊക്കെ വളരെ സേഫും വളരെ എൻ്റർടൈൻമെന്റ് സിറ്റിയൊക്കെ വളരെ നല്ല അല്ലേ? അതെ അതെ, നമുക്ക് ഇപ്പോ ക്ലാസ്സസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സ്, ഞാൻ പറഞ്ഞ വലിയ പ്രൊഫസേഴ്സ് ആണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. അത് ഫ്രീ ആവുന്ന ടൈം നോക്കിയിട്ടാണ് നമുക്ക് ക്ലാസ് വെക്കുക. അത് റിയലി ഫസ്റ്റ് ടൈം ഒക്കെ നമുക്ക് വരുന്ന മാസങ്ങൾ ഫസ്റ്റ് ഏത് സെമ്മിലാണെങ്കിലും ഫസ്റ്റ് മന്ത് നമുക്ക് നല്ല രീതിയിൽ സ്കെഡ്യൂൾഡ് ടൈറ്റ് പാക്കിംഗ് ആയിരിക്കും ക്ലാസ്. അത് കഴിഞ്ഞ് നമുക്ക് ചെന്ന് സ്ട്രെസ് റിലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ അപ്പാർട്ട്മെന്റിന്റെ കൂടെ നമുക്കൊരു നമ്മൾ റെസിഡന്റ് ഏരിയകളാണ്. റെസിഡന്റ് ഏരിയയുടെ കൂടെ നമുക്കൊരു ടർഫ് ആൻഡ് പാർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ റെസിഡന്റ് ഏരിയയിലും കാണാൻ പറ്റും. സോ നമുക്ക് ജോർജിയൻസിന്റെ കൂടെ ജോർജിയൻ സ്റ്റുഡൻസ് അവിടെ കാണും. അപ്പൊ നമുക്ക് ജോർജിയൻസിന്റെ കൂടെയൊക്കെ പോയി നമുക്ക് ഫുട്ബോൾ കളിക്കണോ ബാസ്കറ്റ് ബോൾ കളിക്കണോ, ദേ വിൽ ബി ഓപ്പൺ ടു എവറിത്തിങ്. നമുക്ക് ബൈസൈക്കിൾ റൈഡിങ്, നമുക്ക് അങ്ങനത്തെ ഇവിടെ കുറെ നമുക്ക് ബൈസൈക്കിളും പിന്നെ സ്കൂട്ടർ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലൈക്ക് ഒരു റെന്റ് പോലെ എടുക്കാൻ പറ്റും വിതിൻ ഒരു അവറിന് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ്. സോ ഇറ്റ് വിൽ ബി വെരി റിലാക്സിങ്. അതിലൊക്കെ ജോർജിയ ഭയങ്കര സേഫ് ആണ്. അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. താങ്ക് യു. യൂറോപ്പിന്റെ കൾച്ചർ തന്നെയാണല്ലോ അല്ലെ കൂടുതലും അല്ലേ? യൂറോപ്യൻ കൾച്ചർ അവര് ഇത് വേറെ ആണെങ്കിലും ശങ്കൻ വരുന്നെങ്കിലും. അതെ അതെ, ജോർജിയ നമുക്ക് കറക്റ്റ് യൂറോപ്യൻ നേഷന്റെ യൂറോപ്യൻ കൺട്രീസിന്റെ ഒരു ഇത് തന്നെയാണ്. ഇത് സിമിലാരിറ്റി ഉണ്ട് ഇതിന്റെ സ്ട്രക്ചർ, ബിൽഡിങ്സിന്റെ സ്ട്രക്ചർ ആണെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും പിന്നെ ഇവരുടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം നമുക്ക് യൂറോപ്യൻ ഇതിനേക്കാണ് കൂടുതൽ സിമിലാരിറ്റി വരുന്നത്. ഇതൊരു യൂറോപ്യൻ കൺട്രിയിൽ വന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, നീറ്റ് ക്വാളിഫൈഡ് അല്ലാതെ വരുന്ന ആൾക്കാർക്ക് PG കോഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ അവിടെ? നീറ്റ് ക്വാളിഫൈ അല്ലാണ്ട് ഇവിടെ ആരും വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും തന്നെ നീറ്റ് പാസ് ആയിട്ടാണ് വരിക. അവിടെ PG എനിക്ക് കോഴ്സസ് അവൈലബിൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ ബാച്ചിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നീറ്റ് ക്വാളിഫൈ ആയിരിക്കുന്നവരാണ്. അത് വിനോദ് സോറന് മറുപടി എന്ന് പറയണം, പിന്നീട് മതി, ഇപ്പം വേണ്ട. അത് ഞാൻ പറഞ്ഞു തരാം. അത് കൺട്രി വൈസ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് ലെറ്റസ് ഡിസ്കസ് സാർ. എഡ്യൂക്കേഷൻ ലോൺ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? എഡ്യൂക്കേഷൻ ലോൺ തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, ഇപ്പൊ എഡ്യൂക്കേഷൻ ലോൺ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ബാങ്കറെയാണ് 100% ഡിപ്പെൻഡ്. നമ്മുടെ പ്രൊഫൈലാണ് ഇമ്പോർട്ടന്റ്. ബട്ടുമിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. ബട്ടുമി എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നതാണ്. അത് അത്യാവശ്യം റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റി അല്ലേ അന്ന? വേൾഡ് റാങ്കിങ്ങിലും അതുപോലെ തന്നെ ജോർജിയൻ റാങ്കിങ്ങിലും ഒക്കെ അത്യാവശ്യം വേൾഡ് റാങ്കിങ്. ഇപ്പൊ ബാങ്കർ ഞാനൊരു ബാങ്കർ ആയതുകൊണ്ട് പറയാം, ബാങ്കർ നോക്കുന്നതാണ് നമ്മൾ കൊടുക്കുന്ന അഡ്മിഷന് അത്യാവശ്യം സ്പെസിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം, വേൾഡ് റാങ്കിങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് ലോൺ കിട്ടും. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നതിന് ശേഷം COE കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജ് പ്രതിനിധിയിൽ വേറെ അവരും കൂടെ വന്നിട്ടുണ്ടാവും തോന്നുന്നു. സോറി, നമ്മുടെ ആരെങ്കിലും വന്നിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കോളേജിന്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ സാറേ? ഹലോ, കുട്ടികളല്ലാതെ ഇത് കുറച്ചും കൂടെ. ഓക്കെ മാഡം, ഒന്ന് പറയൂ നിന്റെ ഉത്തരം പ്ലീസ്. ഏതൊക്കെ യൂണിവേഴ്സിറ്റി? ഇപ്പൊ ഞാൻ അന്നേനെ ഒന്ന് വിട്ടോട്ടെ, ആ കുട്ടിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. സോ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എനിക്ക് അന്നേനെ ഒന്ന് ഫ്രീ ആക്കാം. ആരെങ്കിലും കുട്ടികൾക്കോ പേരൻസിനോ അന്നയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഈ തിരക്കേറിയ സമയത്ത് പഠനത്തിനും പരീക്ഷയുടെ ഇടയ്ക്ക് ഈ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും പേരൻസിനും വേണ്ടി വന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അന്നയോട് ചോദിക്കാൻ? ആർക്കെങ്കിലും? അന്നയെ വിട്ടോട്ടെ. ഹലോ, ചോദിച്ചോളൂ. ഒരു ഡൗട്ട് ഉണ്ട്. അന്ന, ലൈക്ക് നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടോ ഇവൻച്വലി നമ്മൾ ജോബിന് കയറുമ്പോ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോ തന്നെ? നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മെഡിക്കൽ ഡോക്ടർ ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ ത്രൂ വൈസ് മൊത്തം നമുക്ക് ടീച്ചേഴ്സ് എല്ലാവരും ഇംഗ്ലീഷിലായിരിക്കും. ബട്ട് സ്റ്റിൽ ജോർജിയൻസിന്റെ പ്രൈമറി ലാംഗ്വേജ് അവർ ജോർജിയൻ ആണ് പ്രിഫർ ചെയ്യുക. ഇൻ കേസ് വരുന്ന ജനറേഷൻസ് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള ജനറേഷൻ കുറച്ചുകൂടെ ജോർജിയൻ ആണ് പ്രിഫർ ചെയ്യുക. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി അതിനുള്ള ഫെസിലിറ്റി, നമ്മൾക്ക് അത് ഇവിടെ ഒരു ബാരിയർ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ 3 സെമ്മില് നമുക്ക് ജോർജിയൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതൊരു നമുക്ക് ഫസ്റ്റ് 3 സെമ്മിൽ അത് പഠിക്കണം, അത് നിർബന്ധമാണ്. കാരണം നമുക്ക് ബേസിക് ആയിട്ട് എവിടെ ചെന്നാലും അവരുടെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക
എന്നുള്ളതൊരു ബേസിക് നെസസിറ്റി ആണ്. ആൻഡ് പഠിച്ചു വരുമ്പോൾ നമുക്ക് ജോർജിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ആ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ഇത് കൂടും. കാരണം നമുക്ക് നല്ല രീതിയിൽ ജോർജിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ത്രൂ അത് കണ്ടിന്യൂ ചെയ്യാവുന്നുള്ളൂ. കാരണം അതിന് വേണ്ട ടെക്സ്റ്റ് ബുക്കുകളെല്ലാം യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബൈ ദി എൻഡ് ഓഫ് തേർഡ് സെം നമുക്ക് നല്ല രീതിയിൽ തന്നെ ജോർജിയൻ ഫ്ലുവൻ്റ് ആവും. ബേസിക് നമുക്ക് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കും. സോ പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും ചെല്ലുമ്പോൾ ജോർജിയന്റെ ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ തേർഡ് സെം തീരുന്നത് വരെ നമ്മൾ ജോർജിയൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കുവാണെങ്കിൽ ഹോസ്പിറ്റൽ കേസസിൽ ക്ലിനിക്കൽസിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല രീതിയിൽ ബെനിഫിഷ്യൽ ആയിരിക്കും. Okay, thank you. ഓക്കെ. Any more questions from students or parents, right? ഇല്ലെങ്കിൽ നമുക്ക് അന്നമോളെ പറഞ്ഞു വിട്ടോട്ടെ. താങ്ക് യു അന്ന, ഒത്തിരി താങ്ക്സ് അലോട്ട്. ഈ ടൈം ഷെഡ്യൂളിന് ഇടയിൽ വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് പേരൻസിന് വേണ്ടിയിട്ട്. ഏകദേശം 10-70 പേര് പങ്കെടുത്തിരുന്നു. താങ്ക് യു വെരി മച്ച്. മൈ പ്ലഷർ സർ, താങ്ക് യു. പല കുട്ടികളും അവിടെ വരുമ്പോൾ നിങ്ങൾ സീനിയർ ആയിരിക്കും കേട്ടോ, അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ. ഞങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. എല്ലാവരും പോരെ, ജോർജിയ നല്ല രാജ്യം. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മാഡം കണ്ടിന്യൂ ചെയ്യാവോ? കണ്ടിന്യൂ ചെയ്യാം. പറഞ്ഞു കൊടുക്കാവോ? അവിടുത്തെ പ്രധാനമായിട്ട് അവിടുത്തെ ഹോസ്റ്റല്, അവിടുത്തെ ഫുഡ്, എന്തൊക്കെ ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്തൊക്കെ ലൈസൻസ് പാർട്ടുകളാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പേരൻസിന് ഓരോ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ബത്തുമിലെ ഹോസ്റ്റൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡന്റ് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഐ മീൻ ഇപ്പോൾ കുട്ടി ലൈനിലുണ്ട്, കാണണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. സൗകര്യം ഉണ്ടായിരുന്നു. കുട്ടികൾ ലൈൻ ഉണ്ടെങ്കിൽ ഒന്ന് മറ്റേ നമ്മുടെ അന്ന കാണിച്ച പോലെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ പേരൻസിനും ഇപ്പൊ നമുക്കറിയാലോ, അച്ഛനും അമ്മയുടെ ഒക്കെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ അവരുടെ സേഫ്റ്റി, അവരുടെ ഫുഡ് ഒക്കെ ആയിരിക്കും അമ്മമാരുടെ ഏറ്റവും വലിയ കൺസേൺ. അപ്പൊ അതൊന്ന് കാണിക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. പലരും ചോദ്യം വരാറുണ്ട്, 2 ഷെയറിംഗ് ആണോ, 3 ആണോ, 4 ആണോ, 6 ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഹലോ ആരോൺ, നമ്മുടെ ഹോസ്റ്റൽ ഒന്ന് കാണിക്കാവോ? കാണിക്കാം. ഓക്കെ. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ വരുന്നത്, ഞാൻ താമസിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ വരുന്നു. ഇത് ഇവിടുത്തെ ഓൺലി സൗത്ത് ഇന്ത്യൻ ഹോസ്റ്റലാണ്. ഇത് മാത്രമാണ് ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ ഹോസ്റ്റൽ. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻ ഹോസ്റ്റൽസ് ആണ്. ഇത് നമ്മുടെ മെസ്സ് വരുന്നത്. മെസ് ഇപ്പൊ ക്ലോസ്ഡ് ആണ്. 2:30 വരെ ഞങ്ങൾക്ക് ടൈം ഉള്ളത് മെസ്സിന്. 1 to 2:30 ഉച്ചയ്ക്ക്. അതിപ്പോ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. വേറെ റൂംസ് വരുന്നത്, റൂംസ് കാണിക്കാം. എല്ലാവരും ക്ലാസ്സിന് പോയിക്കാണ്. മിക്ക റൂംസും ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് അല്ലാത്ത കുറച്ച് റൂംസ് കാണിക്കാം. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഒരു റൂം വരുന്നത്. എല്ലാ റൂംസും ഓക്യുപ്പൈഡ് വിത്ത് ഹീറ്റർ. പിന്നെ സമ്മർ ആയതുകൊണ്ട് എയർ കണ്ടീഷണർ ഉണ്ട്. ഇതാണ് വരുന്നത് റൂം. പിന്നെ ബാത്റൂം വരുന്നത്. ചെറിയൊരു ബാൽക്കണി പോലെ. എല്ലാരും ഈ റൂം കണ്ടില്ലേ? കണ്ടു. ഓക്കെയാണ്. ഒരു 4 ഷെയറിംഗ് കൂടെ കാണിക്കാവോ? ഇതെല്ലാം 4 ഷെയറിംഗ് ആണ്. ഇതെല്ലാം ഓക്യുപ്പൈഡ് ആണ്. അതായത് എല്ലാവരും ക്ലാസ്സിന് പോയേക്കും.
എല്ലാം വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാക്കി എല്ലാ റൂമും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ക്ലാസ്സിന് പോയിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും ആയിരിക്കും സ്റ്റുഡൻസിന്റെ ആയിരിക്കും കീസ്. കുഴപ്പമില്ല, 2 എണ്ണം മതി അവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടല്ലേ. മതി ഇത് മതി. താങ്ക് യു വെരി മച്ച്. ഇതാണ് എങ്ങനെയാണ് ഷെയറിംഗ് വരിക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ആഴ്ചയിലെ മെനു ഫുഡ് എങ്ങനെയാ? നമ്മൾ സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാടൻ ഫുഡുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? നാടൻ ഫുഡ് നമുക്ക് ചോറ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ദോശ, ഉപ്മാവ്, അത് ഓരോ ദിവസവും ഓരോന്നായിരിക്കും. പിന്നെ ലഞ്ചിനാണെങ്കിൽ ചോറ്, അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ മുട്ട, അല്ലെങ്കിൽ നമ്മുടെ തോരൻ, സാമ്പാർ, പുളിശ്ശേരി. ഇനി നൈറ്റാണ് മറ്റേ പൊറോട്ടയും പൊറോട്ടയും ചിക്കനും, ചപ്പാത്തിയും ചിക്കനും അങ്ങനെയൊക്കെ വരുന്നത്. അങ്ങനെ മെനു എല്ലാം വ്യത്യാസമുള്ള മെനുകളാണ്. സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് തന്നെ. ഇവിടെ നമ്മുടെ എന്നാ പറയുക, മലയാളികൾ വരുന്ന മൊത്തം ഈ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ബാക്കി എല്ലാം ഉള്ളത് നോർത്ത് ഇന്ത്യൻ ഹോസ്റ്റൽസ് ആണ്. അത് ആ ഒരു ഫുഡ് നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ബാക്കി നോർത്ത് ഇന്ത്യൻസ് ഞാനും എന്റെ ക്ലാസ്മേറ്റ് ആണ് നേരത്തെ സംസാരിച്ചത്. ഞങ്ങളെല്ലാം ഇവിടെ ഈ ഹോസ്റ്റലാണ് നിൽക്കുന്നത്. ബാക്കി നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് നിൽക്കുന്ന ഹോസ്റ്റലും ഉണ്ട്. അത് അവരുടെ ഒരു ടേസ്റ്റിനെ പറ്റുള്ളൂ ഫുഡിന്. എല്ലാം എന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഫുഡിന്റെ വരുന്നത്. വേറെ ആർക്കെങ്കിലും ഫുഡ് അക്കോമഡേഷന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പേരൻസിനും കുട്ടികൾക്കും ചോദിക്കാറുണ്ടോ? എനി ഡൗട്ട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. ഇതാ നമ്മുടെ മുമ്പിൽ അവരുടെ നേരിട്ട് നമ്മൾ ജോർജിയയിൽ നിന്ന് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു അവസരം പിന്നീട് കിട്ടില്ല. ഇവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വന്നു നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കൂ. മെയിലിനും ഫീമെയിലിനും സെപ്പറേറ്റ് ഹോസ്റ്റലാണോ അതെയോ സെയിം തന്നെയാണോ? അതിപ്പോ ഞാൻ പറയട്ടെ സാർ, നമ്മളിപ്പോ സെപ്പറേറ്റ് ഹോസ്റ്റൽ അല്ല, പക്ഷേ ഫ്ലോർസ് സെപ്പറേറ്റ് ആണ്. ബോയ്സിനും ഗേൾസിനും. അതായത് എനിക്കിപ്പോ ഗേൾസിന്റെ ഫ്ലോറിൽ അലൗഡ് അല്ല. അതേപോലെ അവരുടെ റൂമിലോ ഈ ഫ്ലോറിൽ തന്നെ കയറാൻ പാടില്ല, ഗേൾസ് ഫ്ലോറിൽ. അത് ഹോസ്റ്റലിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. അത് CCTV എല്ലാം ഉണ്ട്. ഒരു കാരണവശാലും എന്ത് റീസൺ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്കിപ്പോ ആ റൂമിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ നേരത്തെ വാർഡനൊക്കെ വന്നാലേ, അതായത് എന്തെങ്കിലും ബെഡിന്റെ എന്തെങ്കിലും മൂവ്മെന്റോ ബെഡ് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, അത് വാർഡൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോ അല്ലാതെ ബാക്കി ഇപ്പൊ നമുക്ക് ബോയ്സും ഗേൾസും ഒരു ഹോസ്റ്റലാണെങ്കിലും പക്ഷെ ഫ്ലോർ സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു സെപ്പറേറ്റ് ഹോസ്റ്റൽ പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ചോദിക്കൂ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേരൊന്നും കൂടെ പറയാവോ? ബത്തുമി ഷോട്ടാ റെസ്റ്റാവലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, BSU എന്ന് പറഞ്ഞാൽ അറിയും. BSU. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഞാൻ വന്നപ്പോ നല്ല തണുപ്പായിരുന്നു. അപ്പൊ നമ്മള് ജാക്കറ്റും ബൂട്ട്സും എല്ലാം ഇട്ട് നടക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. യൂണിവേഴ്സിറ്റി ഇവിടെ അടുത്ത് തന്നെയാണ്, ഈ ഹോസ്റ്റലിന്റെ അടുത്ത് തന്നെ. നമുക്കൊരു നടക്കുവാണെങ്കിൽ തന്നെ ഒരു 10 minutes മാക്സിമം. നമ്മൾ അത്ര സ്ലോയി നടക്കുവാണെങ്കിലും, ഭയങ്കര സ്ലോയി നടക്കുവാണെങ്കിൽ ഒരു 15 minutes. കാരണം ഇവിടെ നിന്ന് പോയി ഒരു പാർക്കുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട്. ആ പാർക്കിന്റെ ഇതിലൂടെ നെക്സ്റ്റ് ഇത് വരുന്നത് ഓപ്പോസിറ്റ് വരും നമ്മുടെ യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് നടത്തത്തിനൊന്നും പ്രശ്നമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഇല്ല. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ ഈ കോളേജിൽ PG കോഴ്സ് ഉണ്ടോ? PG കോഴ്സ് ഉണ്ട്. അത് നമ്മള് ഇവിടുത്തെ അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ എൻട്രൻസ് ഉള്ള പോലെ ഇവിടെ ഒരു എൻട്രൻസ് എഴുതിയാൽ നമ്മൾ ഇവിടുത്തെ PG കോഴ്സ് ചെയ്യാം. എനിക്കത് കൃത്യമായിട്ട് വിവരമില്ല. PG കോഴ്സ് ഉണ്ട്, അതിന് ഇവിടുത്തെ എൻട്രൻസ് എഴുതണം ജോർജിയയിൽ തന്നെ. അതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കാം സാർ. സാറിന് എന്തെങ്കിലും ഹോസ്റ്റലിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചോദിക്കൂ. എന്നിട്ട് എനിക്ക് ഇദ്ദേഹത്തിനെ ഒന്ന് ഒഴിവാക്കി വിടണം, കാരണം ആൾക്കും ക്ലാസ് ഉള്ളതാണ്. സോ വേറെ എന്തെങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ സംസാരിക്കാം സാർ. തീർച്ചയായിട്ടും. താങ്ക് യു ജോസിൻ. ഒത്തിരി നന്ദിയുണ്ട് എല്ലാം കാണിച്ചു തന്നതിൽ.
മിടുക്കനായിട്ട് പഠിച്ച് വലിയ ഡോക്ടർ ആവാൻ എന്നെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ കോളേജിൽ വിസിറ്റ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ട്രീറ്റ് നമ്മൾ വെളിയിൽ പോയി ഒന്നിച്ചിരുന്ന് നമ്മൾ കോഫിയൊക്കെ കഴിക്കും കേട്ടോ. താങ്ക് യു. നോ പ്രോബ്ലം സാർ, അതൊന്നും പ്രശ്നമില്ല. താങ്ക് യു വെരി മച്ച്. നാട്ടിൽ വരുമ്പോഴും നമ്മൾ കാണുക. ഓക്കെ, നാട്ടിലെവിടെയാ ജോസിൻ? ഓക്കെ സാർ, നാട്ടിൽ ഞാൻ കാസർഗോഡ് സാർ. കാസർഗോഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച്. നമുക്ക് വേണ്ട, നമുക്ക് ജോസിനെ നമുക്ക് റിലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഓക്കെ ജോസ്, ബൈ. താങ്ക് യു. ബൈ. താങ്ക് യു. വെൽക്കം. മേഡം, അപ്പൊ അവര് പേരൻസ് ചോദിച്ച 1-2 ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് പറഞ്ഞോളൂ പ്ലീസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവരുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു, അല്ലെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണോ BSUവിന് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും നമുക്ക് BSUവിൽ നിന്ന് നമുക്ക് ബാങ്കിന്റെ പേപ്പേഴ്സ് റെഡിയാക്കി കൊടുക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റി തന്നെ പേപ്പേഴ്സ് തരും. സോ ബാങ്കിന്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആണ് ആ യൂണിവേഴ്സിറ്റിക്ക്. നമ്മുടെ കുട്ടികൾ തന്നെ ഒത്തിരി കുട്ടികൾ ലോൺ എടുത്ത് പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. സോ അങ്ങനെ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, കിട്ടും. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ വിനോദ് സാർ പറഞ്ഞത് മാതിരി തന്നെ അവരുടെ ബാങ്കിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണമെന്ന് മാത്രം. യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഓഫ് കോഴ്സ് നമുക്ക് പേപ്പേഴ്സ് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തായിരുന്നു സാർ ക്വസ്റ്റ്യൻ? ഞാൻ സോറി വിട്ടു. PGയുടെ കാര്യം അല്ലെ. ഇവിടെ PG കോഴ്സ് വന്നിട്ട് ആഫ്റ്റർ MBBS കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ PG ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇതുവരെയ്ക്കും അവൈലബിൾ അല്ല. ഇവിടെ ജോർജിയൻസിന് ഉണ്ട്, പക്ഷെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഇതുവരെയ്ക്കും PG കോഴ്സസ് ജോർജിയൻ കൺട്രി ആരംഭിച്ചിട്ടില്ല. യൂഷ്വലി ഇവിടെ പഠിച്ച കുട്ടികൾ യൂറോപ്യൻ കൺട്രിയിലേക്കാണ് PG ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ പോകാറ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് അവിടെയാണ് PG ചെയ്യുന്നത്. സോ അത് രണ്ടുമാണ് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ. വേറെ എന്തെങ്കിലും ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പിന്നെ പല ചോദ്യങ്ങൾ വന്നിരുന്നു. അതായത് നേഴ്സിംഗ് നമുക്ക് ജോർജിയന്റെ സ്കോപ്പ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് വന്നൊരു ചോദ്യമാണ് BPharm അവിടെ സ്കോപ്പ് ഉണ്ടോ, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ അടുത്തുള്ള, അതായത് MBBS പറ്റുന്നില്ല എന്നാൽ അടുത്ത ലെവലിലേക്ക് വരുന്ന ജോർജിയയുടെ ഒരു സ്കോപ്പ് എങ്ങനെയാണ്, അതിനെ കൂടി ഒന്ന് പറയാം. ഓക്കെ, നമുക്ക് നേഴ്സിംഗ് വന്നിട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ഇവിടെ പ്ലസ് നേഴ്സിംഗിന്റെ കൂടെ തന്നെ, അതായത് ജർമ്മൻ ലാംഗ്വേജും കൂടെ പഠിച്ച് B2 ലെവൽ പാസ് ആവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജർമ്മനിയിൽ തന്നെ പ്ലേസ്മെന്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ കുട്ടികൾ ഇപ്പോ മെഡിസിൻ വേണ്ട എന്നുള്ളതുണ്ടെങ്കിൽ ഡെന്റിസ്ട്രി ആണ് വേറെ കുറച്ച് പേര് പ്രിഫർ ചെയ്യാറ്. ഡെന്റിസ്ട്രി പഠിക്കുന്ന കുട്ടികളും ഉണ്ട് നമ്മുടെ ഇവിടെ, അതിനുള്ള സ്കോപ്പും ഉണ്ട്. ഫീസ് മെഡിസിനേക്കാളും കുറച്ചും കൂടെ കുറവാണ്. പിന്നെ മെഡിസിനോ ഡെന്റിലോ അല്ലാതെ ചെയ്യുന്നത് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ അതാണ് ചെയ്യുന്നത്, ഫിസിയോതെറാപ്പി കോഴ്സ്. ആ കോഴ്സുകളും കുറഞ്ഞ ഫീസിന് നമുക്ക് അവൈലബിൾ ആണ്. 3000 3500 ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. പിന്നെ BPharm വളരെ കുറഞ്ഞ കുട്ടികൾ, ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അതിന്റെ സീറ്റ് കൂടുതൽ കിട്ടുന്നത് കൊണ്ടോ അതോ ഓപ്ഷൻസ് കൂടെ ഉള്ളത് കൊണ്ടോ അറിഞ്ഞുകൂടാ. ഇവിടെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. വളരെ വിരലിലുണ്ടാവുന്ന കുട്ടികളാണ് അങ്ങനെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഡെന്റിസ്ട്രി അതൊക്കെ കുറച്ചും കൂടെ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന കോഴ്സുകളാണ്. എനിക്ക് തോന്നുന്നു നേഴ്സിംഗിന് വളരെ കുറഞ്ഞ ഫീസ് ആണെന്ന് തോന്നുന്നു അല്ലെ? 3 വർഷം 4 വർഷം ആണോ അവിടെ ഫീസ് വരുന്നത്? അതെ, 4 വർഷത്തേതാണ്. ഫീസ് വളരെ കുറവാണ്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ ജർമ്മൻ ലാംഗ്വേജ് ഇപ്പൊ ഫുൾഫിൽ ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് B2 ലെവൽ ഉറപ്പായിട്ടും വേണം കേട്ടോ. അല്ല ഇവിടെ വന്നിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേസ്മെന്റ് ആക്കാൻ സാധിക്കില്ല. അല്ല ഇവര് B2 ലെവൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജർമ്മനിയിൽ പ്ലേസ്മെന്റ് ആക്കി കൊടുക്കാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ ജർമ്മനിയിൽ നിന്ന് തന്നെ ഡെലിഗേറ്റ്സ് വന്നിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടാണ് ഇവരെ കൂട്ടിയിട്ട് പോകുന്നത്. സോ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ, അതൊരു നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളൊരു ബാംഗ്ലൂർ പഠിക്കുന്ന അതേ ഫീസേ വരുന്നുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അതെ. വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനും, പിന്നെ ഈ പഠനത്തോടു കൂടെ തന്നെ ഇവിടെ തന്നെ ജർമ്മനിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അവരുടെ കൺട്രിയിൽ നിന്ന് തന്നെയുള്ള ഡയറക്ടർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സോ അതിന്റെ കൂടെ തന്നെ ഇവർക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അവർക്ക് പഠിക്കാവുന്നതാണ്. സോ അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് നേഴ്സിംഗിനെ സംബന്ധിച്ചിടത്തോളം. മാഡം, നീറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർക്ക് അവിടെ സീറ്റ് ഉണ്ടോ, അവൈലബിൾ ആവോ? നീറ്റ് ക്വാളിഫൈഡ് അല്ലാതെ നമുക്ക് നാട്ടിൽ നിന്ന് വിസ എടുക്കാൻ സാധിക്കില്ല. ഫസ്റ്റ് തിങ് നമുക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ജോർജിയയിലേക്ക് വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നീറ്റിന്റെ സ്കോർ കാർഡ് കമ്പൽസറി വേണം. ജസ്റ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ.
ഓക്കെ. നേഴ്സിംഗിന്റെ ഫീസ് ചോദിക്കുന്നുണ്ട്, ഒന്ന് പറയുമോ മാഡം? ഓക്കെ, നമുക്ക് ബത്തൂമിന് നേഴ്സിംഗ് അവൈലബിൾ അല്ല. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ പറയാം. അത് ഓക്കെ ആണോ? ഐ മീൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് മീൻസ് അത്യാവശ്യം നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെയല്ലേ? നമ്മുടെ അതെ, പ്രൈവറ്റ് ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് അതിലും ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നല്ലത് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയുടെ കുറെ ഡെലിഗേറ്റ്സ് കേരളത്തിൽ കണ്ടിരുന്നു. വന്നിട്ടുണ്ടായിരുന്നു. അവര് ഒരു സെമിനാറിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഫീസ് വന്നിട്ട് 3500 USD ആണ് പെർ ഇയർ വരുന്നത്. അത്രേ ഉള്ളൂ, ഏകദേശം 2.5 അത്രേ ലക്ഷം ഉള്ളൂ. അല്ലേ? അതെ 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 അതെ. കൂടുതൽ ഫീസ് ആണല്ലോ ഇവിടെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ ബാംഗ്ലൂരും ഒക്കെ കിട്ടാൻ അല്ലേ? സോ അതൊരു ഓപ്ഷൻ ആണ്. ഇപ്പൊ കുറച്ച് കുട്ടികൾ, ഐ മീൻ കൂടുതൽ കുട്ടികളും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മെഡിസിന്റെ ഒരു വേണ്ട, ഞങ്ങൾക്ക് അത്രയും ഇത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് കൂടുതൽ ഇയറും ഉണ്ടല്ലോ, അത് വേണ്ടാത്ത കുട്ടികൾ നഴ്സിംഗ് ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കുട്ടികൾ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് UG-യിൽ. ആരെ ചോദിക്കുന്നത് ബി ഫാമിന്റെ ഏകദേശം ഫീസ് എത്ര വരും ചോദിക്കുന്നുണ്ട്. പിന്നെ അക്കോമഡേഷന്റെ എക്സ്പെൻസ് ഏകദേശം എത്ര വരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അക്കോമഡേഷൻ വന്നിട്ട് നമുക്ക് ബത്തൂമി ആണെന്നുണ്ടെങ്കിൽ 300 പെർ മന്ത് വരുന്നതാണ്. ഫുഡും അക്കോമഡേഷനും യൂട്ടിലിറ്റീസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട്. ക്യാപിറ്റൽ ആകുമ്പോൾ, അതായത് ടിബിലിസിലാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എക്സ്പെൻസ് കൂടുതലാണ്. 3500 ഒക്കെ സ്റ്റാർട്ടിങ് ഇതിൽ വരും. എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാലോ ഇതൊരു തണുപ്പുള്ള നാടാണ്. സോ ഹീറ്റർ സിസ്റ്റം ഉറപ്പായിട്ടും നമുക്ക് വേണം. ചൂട് വരുമ്പോൾ AC, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ എല്ലാ യൂട്ടിലിറ്റീസും ഇൻക്ലൂഡഡ് ആണ് ഞാൻ ഈ പറയുന്നത്. വൈഫൈ, വാട്ടർ, കറണ്ട്, പിന്നെ ഗ്യാസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് 3 times ഫുഡും ഉൾക്കൊള്ളും ഇതില്. അതെ അതെ അതെ. ബി ഫാമിന്റെ ഏകദേശം ഫീസ് ആരോ ചോദിച്ചിട്ടുണ്ട്. ബി ഫാം ഞാനതൊന്ന് നോക്കി അയച്ചു പറയാം. ഗ്രൂപ്പിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പിലേ നമുക്ക് ഇടാം. കാരണം ഞാനത് അത്ര ഓർക്കുന്നില്ല, സോറി. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ ബി ഫാം അധികം ആരും ചൂസ് ചെയ്യാത്ത ഒരു ശരിയാണ്. ഇന്ത്യയിൽ തന്നെ അതിന് ഇഷ്ടം പോലെ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു ബി ഫാം പഠിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, ഇപ്പൊ നഴ്സിംഗ് തന്നെ ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ജർമ്മന്റെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും നഴ്സിംഗ് ഇതാക്കുന്നത്. ഫീസും കുറവാണല്ലോ, വളരെ ഇവിടുത്തെ ഫീസ് വരുന്നുള്ളല്ലോ, ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ. അതെ 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 അതെ. നമുക്ക് എല്ലാ ആളുകളായിട്ട് കണക്ട് ചെയ്യാനും എല്ലാത്തിനും ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ബാച്ചിലർ ഓഫ് ഫാർമസി വന്നിട്ട് നമ്മുടെ UG-യിലാണെന്നുണ്ടെങ്കിൽ 4500 USD ആണുള്ളത് ഫീസ്. 4 ഇയർ പ്രോഗ്രാം ആണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. 4500 USD വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. 4 ഇയർ പ്രോഗ്രാം ആണ്. 3.5 ലക്ഷം രൂപ ആവറേജ് വരും തോന്നുന്നു. അതെ 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 അതെ. ഓക്കെ, സെയിം ആണല്ലോ. നമ്മുടെ മാംഗ്ലൂരിലൊക്കെ ഏകദേശം നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കോളേജ് കിട്ടണേ അത് തന്നെ വരും. ചിലപ്പോൾ അതിലും കൂടുതൽ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതെ അതെ. ഓക്കെ, പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ആരോ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു MBBS പാർട്ട് ടൈം ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം പഠിക്കാനുള്ള സമയം തന്നെ ഉണ്ടാവുള്ളൂ. അതെ. പാർട്ട് ടൈം ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഈ കൺട്രിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ അവരെ എതിർക്കുന്നില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ സമയമുണ്ടോ എന്നുള്ളതാണ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ. കുട്ടികൾ തന്നെ പഠിക്കേണ്ട സമയം കഴിഞ്ഞ് എക്സ്ട്രാ കോച്ചിങ്ങും അതുപോലെ ഒക്കെ എടുത്തിട്ടാണ് ഇത്. അത്രമാത്രം പഠിക്കാനുണ്ടല്ലോ MBBS. അതെ, പക്ഷെ നേഴ്സിങ്ങിനൊക്കെ കുറച്ച് നല്ല സമയം കിട്ടും തോന്നല്ലേ മേഡം? നേഴ്സിംഗും ഓൾമോസ്റ്റ് നമ്മുടെ MBBS പോലെ തന്നെയാണ്. അത്രയും തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കോഴ്സ് തന്നെയായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ബാക്കിയുള്ളത്, അതായത് ഫാർമസിയോ അല്ലെങ്കിൽ ഇപ്പൊ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോഴ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്, ഐ മീൻ സമയമുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് റൈറ്റപ്പ് ചെയ്തു. ഇതാരോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഷുഡ് വേർഡ് റാങ്കിങ് ബി ദ ഫാക്ടർ ഫോർ ദ ചൂസിങ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി? എപ്പോഴും റാങ്കിങ് ഉള്ളത് നല്ലത് തന്നെയാണ് എഡ്യൂക്കേഷൻ ലോണിനും. അല്ലെങ്കിൽ പക്ഷെ ഇതൊന്നും റാങ്കിങ്ങിനേക്കാളൊക്കെ ഉപരി, റാങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലാണെങ്കിലും റാങ്കിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ റേറ്റിംഗ് എന്നൊക്കെ പറയുന്നത്
ക്ലാസിഫിക്കേഷൻ ആണ്. അത് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് യൂണിവേഴ്സിറ്റി റാങ്കിങ് നിശ്ചയിക്കുന്നത്. ഒന്ന് വരുന്നത് അവിടുത്തെ അധ്യാപകർ കുട്ടികളുടെ റേഷ്യോ, അല്ലെങ്കിൽ ലൈബ്രറിയുടെ ഫെസിലിറ്റികൾ, അല്ലെങ്കിൽ ലാബിൻ്റെ ഫെസിലിറ്റീസുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ പ്ലേസ്മെന്റ് റേഷ്യോ, അങ്ങനെ പല കാര്യങ്ങളെ വെച്ചാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നിശ്ചയിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി എത്രമാത്രം കുട്ടികൾ പ്ലേസ്മെന്റ് ആവുന്നു, അല്ലെങ്കിൽ എത്രമാത്രം കുട്ടികൾ പാസ്സാവുന്നു, അങ്ങനെ പല കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും റാങ്കിങ് ഉള്ളതിന് ഫീസ് കൂടുതലായിരിക്കും, അന്നേരം അതിനനുസരിച്ച് ഫെസിലിറ്റീസും കൂടുതലായിരിക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏത് റാങ്കിങ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും കുട്ടികൾ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ എല്ലാ എക്സാമുകളും ക്ലിയർ ചെയ്ത് പാസ്സായാൽ അവർക്ക് ഏതിപ്പം റാങ്കിങ് കൂടിയതിൽ പഠിച്ചാലും കുറഞ്ഞതിൽ പഠിച്ചാലും അംഗീകാരങ്ങളുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഡോക്ടർ ആവാൻ സാധിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ലിയർ അല്ലേ മാഡം? തീർച്ചയായിട്ടും. IELTS വേണോ എന്ന് ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഇവിടെ ഇപ്പൊ മാൻഡേറ്ററി ആണ്. സോ അല്ലാതെ ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇവര് എന്താ പറയുക സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. IELTS അല്ലാതെ PT എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ കൂടെ TSME എന്നൊരു സ്റ്റുഡന്റ് ഉണ്ട്. ആർക്കെങ്കിലും TSME കുറിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പോൾ അവൈലബിൾ ആണ്. സോ എന്താണ് ചെയ്യേണ്ടത് സാർ? തീർച്ചയായിട്ടും ആരെങ്കിലും മോനെ അല്ല മോളെ ആരെന്നറിയില്ല, ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കാവോ? അതിന്റെ ഫുൾ ഫോമും കൂടെ ഒന്ന് പറയാവോ ഏകദേശം? ഹലോ കേൾക്കാവോ? ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണല്ലേ? ഗുഡ് ഈവനിങ്. ഞാൻ ജേക്സ് ഫെർണാണ്ടസ്. ഞാൻ TSME ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. TSME എന്ന് പറയുമ്പോൾ ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വൺ ഓഫ് ദി ടോപ്പ് റാങ്കിങ് ഉള്ള ഗവൺമെന്റ് കോളേജാണ് ഇവിടെ ജോർജിയയിലുള്ളത്. അപ്പൊ ഞാനൊരു ബേസിക് ഔട്ട്ലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ള ഔട്ട്ലൈൻ തരാം. ഇപ്പോ TSMEയിലാണെങ്കിൽ ഒരു ഫസ്റ്റ് 2 ഇയേഴ്സ്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ബേസിക്കലി കോളേജസിലേക്ക് നമ്മൾ മെയിൻലി ക്ലാസ്സസ് കാണുക വിത്ത് ക്ലിനിക്സ്. കോളേജിൽ തന്നെ ക്ലിനിക്സ് ഉണ്ട്. സോ അതിന്റെ എക്സ്പോഷർ അനാറ്റമി ആയാലും എല്ലാത്തിനും സെപ്പറേറ്റ് ക്ലാസ്സസും ലാബ്സും എല്ലാം പ്രൊവൈഡഡ് ആണ്. സോ ഫ്രം തേർഡ് ഇയർ ഓൺവേർഡ്സ്, തേർഡ് ഇയർ തൊട്ട് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും. മെജോറിറ്റി ഓഫ് ദ ക്ലാസ് ക്ലിനിക്സിലായിരിക്കും. ക്ലിനിക്സ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇയർ, സിക്സ്ത് ഇയർ വരെ ക്ലിനിക്കൽ റൊട്ടേഷൻസ് ആണെന്ന് പറയാം. അപ്പൊ ക്ലിനിക്കൽസിലായിരിക്കും ക്ലാസ്. നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും ആ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കും. സോ അവരുടെ ഒപ്പം തന്നെയായിരിക്കും നമ്മൾ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അവരുടെ ഒപ്പം തന്നെയായിരിക്കും ആ സബ്ജക്ട് പഠിക്കുകയും ചെയ്യുക. അപ്പോൾ ഓൺ ദ കോഴ്സ് അവിടെ നടക്കുന്നതെല്ലാം നമ്മൾ ലൈവായിട്ട് കാണുകയും ചെയ്യും. ടീച്ചർ ഇപ്പോൾ ഓൺ ദ ടൈം ഏതെങ്കിലും ഡോക്ടേഴ്സ് പേഷ്യൻസ് വരുവാണെങ്കിൽ അതിന്റെ ലൈവ് കൺസൾട്ടേഷൻസ് എല്ലാം നമ്മൾ ഫ്രണ്ടിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. മെയിൻലി ഇതാണ് TSMEയിൽ നടക്കുന്നത്. പിന്നെ TSMEക്ക് ആണെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. ഗവൺമെന്റ് കോളേജിൽ തന്നെ അവരുടെ അടിയിൽ തന്നെ ഹോസ്പിറ്റൽ ഉണ്ട്. എന്തോ ഹലോ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? എനിക്ക് തോന്നുന്നു അത് അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ആരോ സംസാരിച്ചു തോന്നുന്നു. ഓക്കെ. അപ്പൊ ഈ ഹോസ്പിറ്റൽ, അപ്പോൾ നമുക്കിപ്പോ ഫോർത്ത് ഇയർ തൊട്ട് ഫിഫ്ത്ത്, സിക്സ്ത് ഇയർ ഒക്കെ ക്ലിനിക്കൽസിലാണ്. അപ്പോൾ TSMEയിൽ കുറെ ക്ലിനിക്കൽസ് ടൈപ്പ് ഉണ്ട്. അതേപോലെ അവരുടെ തന്നെ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ കുട്ടികൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ എക്സ്പോഷർ അവൈലബിൾ ആണ് TSME പഠിക്കുമ്പോൾ തന്നെ. പിന്നെ അവിടെ അതർ ദാൻ ദാറ്റ് പഠിത്തത്തിനല്ലാതെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ്, സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ്, TSMEക്ക് തന്നെ സ്വന്തമായിട്ട് ജിം ഉണ്ട്. സ്റ്റുഡൻസിനൊക്കെ ഫ്രീ ആണ്. As well as indoor courts like basketball, volleyball, football കളിക്കാനുള്ള കോർട്ട് ഹാസ് ബത്തൂമി പറഞ്ഞ പോലെ തന്നെ ടിബ്ലീസിലുള്ള എല്ലാ ഫെസിലിറ്റീസ്, ജിം, ഫ്രീ ജിം, പിന്നെ ലൈബ്രറീസ് ഉണ്ട്. ബുക്സ് എടുക്കാം, ലൈക്ക് ബുക്ക് നമുക്ക് ലൈബ്രറി കാർഡ് തരും. സോ വി ക്യാൻ ബുക്ക് ആക്സസ് ചെയ്ത് പഠിക്കാൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സ്പോർട്സും കൾച്ചർ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം സെമിസ്റ്ററിലും ഓരോരോ ഈവെന്റ്സ് കാണും. ഫുഡ് ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ കൾച്ചറൽ ഷോ, ഡാൻസ് ഷോ, ടാലന്റ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ കൾച്ചറൽ ആക്ടിവിറ്റീസ് അതർ ദാൻ പഠിത്തം മാത്രമല്ലാതെ തന്നെ ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ TSMEയിൽ ഉണ്ട്. ഒക്കെയാണ് ഒരു ബേസിക് ഔട്ട്ലൈൻ TSME കുറിച്ച്. TSMEയിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? എലിജിബിലിറ്റി ക്രൈറ്റീരിയ TSMEയിലോട്ട് ജോയിൻ ചെയ്യാനാണോ? അതെ. അതില് എന്താ പറയാ, മെയിൻ ക്രൈറ്റീരിയ 12th ഒരു 65% എബവ് മിനിമം, പിന്നെ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. ഇതാണ് മെയിൻ രണ്ട് ക്രൈറ്റീരിയ. IELTSന്റെ പകരം തന്നെ കോളേജ് കണ്ടക്ട് ചെയ്യുന്ന വേറൊരു ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. ഇപ്പോ ജീത്തു മാം പറഞ്ഞ പോലെ തന്നെ PT എക്സാം എന്നൊരു എക്സാം ഉണ്ട്. അത് മച്ച് ഈസിയർ ആയിരിക്കും. അപ്പോൾ അത് മതി. ഇതാണ് മെയിൻ ക്രൈറ്റീരിയസ്.
ഓക്കെ, താങ്ക് യു. അവിടെ അഡ്മിഷന് മുമ്പാണ് മലയാളികളുണ്ടോ? മലയാളികളുണ്ടാവല്ലോ ഇഷ്ടംപോലെ. ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ട്. അഡ്മിഷന് മുമ്പാണ് PT എക്സാം. ഇല്ല, അഡ്മിഷന്റെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെയാണ് ഈ എക്സാം. കോളേജ് തന്നെ കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്. സോ അത് ആ പ്രോസസ്സിന്റെ നടുക്ക് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും. ഇത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി തന്നെയാണോ? യെസ്, ഇത് ഗവൺമെന്റ് വൺ ഓഫ് ദ ബെസ്റ്റ് നമ്പർ 1 ഗവൺമെന്റ് കോളേജ് എന്ന് വേണം പറയാം. TSMU ഇവിടുത്തെ. സോ TBC സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് അതിന്റെ ഫുൾ ഫോം. ബട്ടുമിയെക്കാളും ഫീസ് കൂടുതലാണ് അല്ലേ? യെസ്, ബട്ട് അത് മെയിൻ ബിക്കോസ് നമ്മൾ TBC എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ക്യാപിറ്റലിലോട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എക്സ്പോഷർ എക്സ്പെൻസ് കാണും. അതാണ് ഈ ഒരു ഫീസ് ഇത്തിരി ഹയർ ആയിട്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എത്ര ടൈം എടുക്കുന്നുണ്ട് അവിടെ ഫ്ലൈറ്റ് ടൈം? ഡൽഹി ഹാസ് ഇൻഡിഗോ എയർലൈൻസ് ആണ്. അപ്പോ ഐ ഗസ് 6 hours ആണെന്ന് തോന്നുന്നു ഡയറക്ട്ലി ടു TBC ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട്. കൊച്ചിയിൽ നിന്നില്ലല്ലോ? കൊച്ചിയിൽ നിന്നുണ്ടല്ലോ. കൊച്ചിയിൽ നിന്ന് ലൈക്ക് ഡൽഹി അല്ല, കൊച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് ഖത്തർ വഴിയും ഷാർജ, ദുബായ് ആ ഫ്ലൈറ്റ് റൂട്ടാണ് ടു TBC. കണക്ഷൻ ഫ്ലൈറ്റ്സേ ഉള്ളൂ, ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല ആസ് ഓഫ് നൗ. ഡയറക്റ്റ് ആകെ ഉള്ളത് ഇൻഡിഗോ മാത്രമാണ്, ഡൽഹി ടു TBC. ആർക്കെങ്കിലും എനി മോർ ഡൗട്ട്സ് കുട്ടികളോട് നേരിട്ട് ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. സാറേ, ജോർജിയയിലെ പഠിക്കണമെങ്കിൽ നീറ്റ് കമ്പൾസറി ക്വാളിഫൈ ആയിരിക്കണം. യെസ്, ജോർജിയയിൽ ഇപ്പോൾ നീറ്റ് ക്വാളിഫൈ ഒരു ക്രൈറ്റീരിയ ആണ്. ഇതിനകത്ത് ഇതിന്റെ ഒരു ഇന്റൻഷൻ ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി ജോർജിയൻ യൂണിവേഴ്സിറ്റികൾ നീറ്റ് ക്വാളിഫൈ ആയാലേ ഇപ്പൊ എക്സാമ്പിൾ ഒരു ദുബൈയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ചെല്ലുന്ന ഒരു മലയാളി ആണെങ്കിലും അവർ നീറ്റ് അങ്ങനെ നിർബന്ധമല്ല. പക്ഷെ ഇന്ത്യയിൽ നിന്ന് വിസ കിട്ടണമെങ്കിൽ, വിസ സക്സസ് കിട്ടണമെങ്കിൽ നീറ്റ് ഈസ് മസ്റ്റ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികൾ വെച്ചിരിക്കുന്നു. ഇപ്പൊ ദുബായ് ഇവിടെയുള്ള ഇഷ്ടംപോലെ കുട്ടികൾ നീറ്റ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ നേരെ പോയി പഠിക്കുന്നവരുണ്ട്, ഇവിടുന്ന് ദുബൈയിൽ അല്ലെങ്കിൽ സൗദിയിൽ നിന്നും ഒക്കെ. പക്ഷെ അവർ തിരിച്ചു അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനും ഇന്ത്യക്ക് വെളിയിലാണ് പ്രാക്ടീസ് ചെയ്യാൻ അവരുടെ ഒരു ലക്ഷ്യം. മനസ്സിലായില്ലേ? ഇന്ത്യക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ ഉണ്ടല്ലോ, ഈ വിസ കിട്ടുമ്പോൾ ഈ കുട്ടി നീറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന വേസ്റ്റ് ആവില്ല, ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ലോജിക്ക് വരുന്നുണ്ട്. ഇവര് തിരിച്ചു ഇന്ത്യ വിട്ട് പോകാനാണോ അവരുടെ ലക്ഷ്യം എന്ന് വരുമ്പോൾ വിസ സക്സസ് റേഷ്യോ ഈസ് പ്രോബ്ലം. അതുകൊണ്ട് ജോർജിയൻ യൂണിവേഴ്സിറ്റികൾ അറിയാലോ, അവിടെ വെച്ച് വിസ ഇത്രയും നമ്മൾ എന്താ പറയാ പണിപ്പെട്ടിട്ട് ലാസ്റ്റ് അവിടെ വിസ കിട്ടാവാതെ പോയാൽ എന്താവും? എടുത്ത പണികളും യൂണിവേഴ്സിറ്റിയുടെ സീറ്റും നഷ്ടപ്പെടുമല്ലേ അവർക്ക്. അതുകൊണ്ട് അവരങ്ങ് പറയുന്നു, അവർ തലവേന പിടിക്കില്ല, ഇത്ര മാർക്കൊന്നും വേണമെന്ന് പറയില്ല, പക്ഷെ നെക്സ്റ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതാണ് അതിന്റെ ഒരു ലോജിക്ക്. അതുകൊണ്ട് നീറ്റുള്ള കുട്ടികളാണ് എപ്പോഴും നല്ലത്. പക്ഷെ നീറ്റ് വേണ്ട എന്ന് ഇല്ലെങ്കിൽ പല രാജ്യങ്ങളും നീറ്റ് വേണ്ടാതെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നീറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്. നീറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാനും ഇന്ത്യയിൽ അടുത്ത ടെസ്റ്റുകൾക്ക് അറ്റൻഡ് ചെയ്യണം. നീറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾക്ക് പറ്റുന്നില്ല. ഇപ്പൊ ഒരു നീറ്റ് ക്വാളിഫൈ ആയാൽ മതി അപ് ടു 3 year വരെ അതിന് വാലിഡേഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ പാസ്സായാൽ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. അതെ അതെ അതെ. സാറേ, നീറ്റ് ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇത് എടുക്കാൻ വേണ്ടി താല്പര്യമുണ്ട്, കോഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇന്ത്യ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ നമുക്ക് അഡ്മിഷൻ റെഡിയാക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? മാഡം, ജോർജിയയെ കുറിച്ച് എന്താ മാഡത്തിന്റെ ഒരു അഭിപ്രായം? ഇറ്റ്സ് പോസിബിൾ? ഒരു കുട്ടി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്. പക്ഷെ റിസ്ക് ടു ബി ഫ്രാങ്ക് ഞാൻ ഏറ്റെടുക്കില്ല. സാർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവര് അതാണ് പേരൻസ് എഴുതി ഒപ്പിടും, ഞങ്ങൾ ഇതിനകത്തെല്ലാം അവെയർ ആണ്, ഞങ്ങളുടെ ലക്ഷ്യം ഇതാണെന്ന് അവരെ കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷനൊക്കെ കിട്ടും. അതൊന്നും പ്രശ്നം വരത്തില്ല. അതുപോലെ തന്നെ വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ അതിനകത്ത് അവയർനെസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സർവീസ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഇതിനകത്തൊരു രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. വിസ സക്സസ് റേഷ്യോ എന്തെങ്കിലും കാരണവശാൽ വിസ ഓഫീസർക്ക് തോന്നുകയാണ് വിസ റിജക്ഷൻ ചെയ്യണമെന്ന് തോന്നിയാൽ നമ്മൾ അതുവരെ എടുത്ത എഫേർട്ടും അതിന്റെ ചലഞ്ചസും അതുവരെയുള്ള പൈസയും നമ്മുടെ നഷ്ടപ്പെടുന്നതാണ്. അതാണ് ഇതിനകത്തൊരു പ്രശ്നമുള്ളൂ. അത് പേരൻസ് അതിനെ എഗ്രി ചെയ്യാണ്, നമുക്കൊരു ബൈ റിട്ടേണിൽ തരുവാണ്, നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാം, അതിന് പ്രയാസമില്ല. എല്ലാ കൺട്രിക്കും ബാധകമാണോ? എല്ലാ കൺട്രിക്കും അല്ല, ജോർജിയാണ് എസ്പെഷ്യലി. എല്ലാ കൺട്രിക്കും ഇതുണ്ട്, ജോർജിയയാണ് ടോട്ടലി നോക്കുന്നത്. ബാക്കി കൺട്രികൾക്ക് റിസ്ക് ഉണ്ട്. പക്ഷെ
പേരൻസ് അവയർനെസ് ആയിരിക്കണം. എല്ലാവരും അവർ എഴുതി ഒപ്പിട്ട് തരണം. നീറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം അവയർനെസ് ആണെന്ന് എഴുതി ഒപ്പിട്ട് നമുക്ക് സത്യവാങ്മൂലം തന്നാലാണ് നമ്മൾ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ 2 ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ് റിട്ടേണിൽ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ അവർക്ക് മെയിൽ അയക്കും, അവരതിന് റിപ്ലൈ തരണം, എഴുതി ഒപ്പിട്ട് നമ്മൾ വിടുവാണെങ്കിൽ നമ്മൾ ആ പ്രോസസ് ചെയ്യാം. പക്ഷെ ഒരു രാജ്യവും ചോദിക്കുന്നില്ല. അതെ. ഇപ്പോ ജെയ്ക്ക് ഫെർണാണ്ടസിന്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻസ് തീർന്നെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് ഫ്രീ ആയിട്ട് വിടാമായിരുന്നു. കുട്ടികളൊക്കെ ബിസി ആയിട്ടുള്ള സമയമാണ്. തീർച്ചയായിട്ടും. മോനെ ഒത്തിരി താങ്ക്സ് കേട്ടോ. താങ്ക് യു. മിടുക്കനായിട്ട് ഡോക്ടറായിട്ട് വരൂ കേട്ടോ. താങ്ക് യു. എനി മോർ ക്വസ്റ്റ്യൻസ് ഫ്രം പേരന്റ് സൈഡ്, സ്റ്റുഡന്റ് സൈഡ്? നമ്മളിപ്പോ ഒരു ലോങ് മീറ്റിംഗ് ആണ്. നമുക്കത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാം, നമുക്ക് അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം മാഡം നമ്മുടെ ഒരു ലോക്കൽ ഗാർഡിയനെ പോലെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളാണ് മാഡം. അതുപോലെ തന്നെ ഫുഡ്, അക്കോമഡേഷന്, നിങ്ങളുടെ ലോക്കൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഒരു ജോർജിയൻ പ്രതിനിധിയാണ് മാഡം. നമ്മുടെ കമ്പനിയുടെ ഒരു എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ നമുക്ക് അവിടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരിക്കും. അവർ ഫാമിലി ആയിട്ട് അവിടെയാണ്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് അവിടെയാണ് തോന്നുന്നല്ലേ മാഡം? അതെ. നിയർലി ഒരു 10 years ആയിട്ട് ഇവിടെ തന്നെയാണ്. അവിടെ സിറ്റിസൺ പോലെ ആയിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് സപ്പോർട്ടിനും ഒരു ലോക്കൽ സപ്പോർട്ട് എപ്പോഴും നമുക്കറിയാം. നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ നമുക്കൊരാവശ്യം ഏതെങ്കിലും ഒരാളുടെ കൂടെ വിടുകയല്ല, നമുക്കൊരു എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ഇവിടെ നോക്കിയ പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ ഒരാവശ്യം വന്നാൽ ഒരു ഗാർഡിയനെ പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഹലോ മാഡം. പറഞ്ഞോളൂ. ചോദിച്ചോളൂ. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാ കോഴ്സിനും ഒരുപോലെയാണോ വരുന്നത്? തീർച്ചയായിട്ടും. ഫുഡിൽ നമ്മൾ മാറ്റമൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പഠിക്കുന്ന കോഴ്സ് നോക്കിയിട്ടല്ലല്ലോ ഫുഡ് കൊടുക്കുന്നത്. MBBS ഈ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നത് അല്ല, നമ്മുടെ ബിഫാമും നഴ്സിംഗും ഒക്കെ അവിടെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആയിക്കോട്ടെ. ഫുഡ് അക്കോമഡേഷൻ നമ്മൾ ഏത് ഹോസ്റ്റലിൽ താമസിക്കുന്നു, ഏത് എടുക്കുന്നു എന്നുള്ളത് സെയിം ആണ്. പക്ഷെ കോഴ്സ് ഫീസ് മാത്രമേ നമ്മളെ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. എനി മോർ ക്വസ്റ്റ്യൻസ്? എനിക്ക് തോന്നുന്നു നല്ലൊരു സെഷൻ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ കവർ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനുകളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ ബ്രാഞ്ചുകളുമായിട്ടും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളുമായിട്ടും നിങ്ങൾ സമീപിക്കുക. നല്ലൊരു സെഷൻ ആയിരുന്നു. കാരണം നമുക്ക് സാധാരണ നമ്മളൊരു കൺസൾട്ടൻസികളൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലേഴ്സ് പറഞ്ഞു പോകുന്നതും പക്ഷേ നേരിട്ടുള്ള കുട്ടികൾ പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതും ഇപ്പോൾ യൂണിവേഴ്സിറ്റി റെപ്പുകളൊക്കെ വന്ന് വെബിനാർ സെമിനാറൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇന്ന് ശ്രമിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പേരൻസിനും കുട്ടികൾക്കും അവർക്ക് തന്നെ ട്രസ്റ്റ് ഇല്ല. നമ്മുടെ കുട്ടികൾ തന്നെ അതുപോലെ ഹോസ്റ്റൽ അതുപോലെയുള്ള അവർ തന്നെ നേരിട്ട് വന്നിട്ട് ഒരു കോളേജ് റെപ്പ് പറയുന്നേക്കാളും ഒരു ഏജന്റ് പറയുന്നേക്കാളും വളരെ ജെന്യൂൻ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അതിന് ജോർജിയയിൽ നിന്ന് വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു സാർ. എനിബഡി എനി മോർ ഡൗട്ട്സ്, എനിത്തിങ് ഫ്രം യുവർ സൈഡ്? ക്ലിയർ ആയോ? ഇല്ല മാഡം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഈ ഒരു അവസരം നമുക്ക് പിന്നീട് കിട്ടില്ല. ഇത്രയും ദൂരത്തിൽ നിന്ന് നമ്മൾ ഓൺലൈൻ വന്നിരിക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. യെസ്, താങ്ക് യു വെരി മച്ച്. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് ത്രൂ അവർ പാർട്ട്ണർ ബ്രാഞ്ചസ്. നമ്മുടെ ഇതായിട്ട് സമീപിക്കാം. നിങ്ങളുടെ കൂടെ നിൽക്കാൻ MBBS ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നവരെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ സപ്പോർട്ടിനും നമ്മൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ സാർ പറഞ്ഞ പോലെ ടാറ്റ് കഴിഞ്ഞു. ഇപ്പൊ സെപ്റ്റംബർ ഇൻടേക്കാണ്. ഇപ്പം തന്നെ പകുതി ക്ലോസ് ആയി. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത്, എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ. പിന്നെ വിസ പ്രോസസ്സിങ്ങിനുള്ള സമയം നമുക്ക് കിട്ടണം. ക്ലാസ് ആരംഭിക്കും. അല്ലെ പിന്നെ നമുക്ക് അടുത്ത ഇൻടേക്കിലേക്ക് നമ്മൾ കുട്ടികൾ മാറിപ്പോവും. കാരണം ഇതിനെല്ലാം ഓരോന്നിനും ഇന്ത്യനിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അപ്രൂവൽസ് ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇന്നോ നാളെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരമാവധി രജിസ്ട്രേഷൻസ് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ ബ്രാഞ്ചുകളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് ചോദിച്ച് ആ ഒരു ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതാണ്. എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഇന്നത്തെ ഒരു മീറ്റിംഗിൽ
എന്തുകൊണ്ട് ഇന്ത്യയിൽ പഠിക്കണം അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കണം, എന്തൊക്കെ ജോബ് സാധ്യതകളാണ്, MBBSന്റെ ഗുണങ്ങൾ, ഓരോ കൺട്രിയുടെ ബെനിഫിറ്റ്സുകൾ, ഒരു ആവറേജ് കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഒരു ചെറിയ ഒരു തീപ്പൊരി ഇട്ട് തരാൻ സാധിച്ചു. പക്ഷേ ഒരിക്കലും ഇത് പൂർണ്ണമാവും ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് 1 by 1 ഇനിയിപ്പോൾ ഓരോ കോളേജിന്റെ സെപ്പറേറ്റ് വേണമെങ്കിൽ ആ സെപ്പറേറ്റ് നിങ്ങളെ സമീപിച്ച ആളുകളുമായിട്ട് അവർ അയച്ചു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസുമായിട്ട് 1 by മീറ്റിംഗ്, ഇനിയും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ദേ ആർ റെഡി ടു നിങ്ങളെ ഇത് ചെയ്യാൻ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഒറ്റ ഒരു റിക്വസ്റ്റ് ആണ്, എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം ഇത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം ഓൾറെഡി അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഡിലേ ആവും, വിസ കിട്ടാൻ ഡിലേ ആവും, അതുപോലെ തന്നെ സീറ്റുകൾ ഫില്ലാവും, ഗ്യാപ്പുകൾ വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ തന്നെ താങ്ക്സ് പറയാണ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you all for attending the session. Let's wind up it.